ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന പാരന്റിങ് എന്ന ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ട് ഒരു സീരീസ് തന്നെ നമ്മൾ നേരത്തെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ യൂനുസ് സാറിന്റെ നേതൃത്വത്തിലായിട്ട് കുറെ എപ്പിസോഡുകൾ തന്നെ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സീരീസ് തന്നെ കഴിഞ്ഞ പിന്നെ ആഴ്ചകളിൽ നമ്മുടെ വെമ്പിൾ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് പാരന്റിങ് എന്നുള്ള ഒരു മേഖലയെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു സീരീസ് നമ്മൾ തുടങ്ങുന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവയർനെസ് നമ്മൾ നൽകുന്നു, അത് പാരന്റ്സ് ആവട്ടെ, അതല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന കൗൺസിലേഴ്സോ സൈക്കോളജിസ്റ്റുകളോ ഉൾപ്പെടുന്ന ഒരു ടീമുകൾക്ക് നമ്മൾ എന്തുകൊണ്ട് ഇത് നൽകുന്നു എന്നതിന്റെ ഒരു അനിവാര്യത, അതിന്റെ ഒരു പ്രാധാന്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, അതല്ലെങ്കിൽ അവരെ വളർത്തേണ്ടതുണ്ടോ, അവരെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കുകയും അവരോട് കൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ അവയർനെസ് സമൂഹത്തിലേക്ക് നൽകുക, അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ പാർട്ടും, പാരന്റിങ്ങിലെ ഓരോ പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിന്റെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പാരന്റിങ് എന്ന് പറയുന്ന ഒരു കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആർട്ട് ഓഫ് പാരന്റിങ് എന്നുള്ളത്. അതിന്റെ ഒരു 4 days വർക്ക്ഷോപ്പാണ് നമ്മളുടെ കീഴിലായിട്ട്, വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഒരു പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലേക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു കുട്ടിയെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകണം, വിശേഷിച്ചും ഇന്നത്തെ കാലത്ത് അവിടുന്ന് ഒരു സ്പിരിച്വൽ അപ്രോച്ച് മുതൽ തുടങ്ങിയിട്ട് ചൈൽഡ് ഡെവലപ്മെന്റും അവരുടെ ഇമോഷൻസും അടങ്ങുന്ന, അതേപോലെ തന്നെ ഡിജിറ്റൽ ഏജ് പാരന്റിങ്, അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ടെക്നോളജി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന നമ്മളും നമ്മുടെ കുട്ടികളും ഉള്ള കാലത്ത് എങ്ങനെ അവര് ഒരു ഡിജിറ്റൽ ഏജ് പാരന്റിങ് നമ്മൾ ചെയ്യണം. ഒരു ജനറേഷൻ ഗ്യാപ്പ് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു പക്ഷേ നമ്മളും അല്ലെങ്കിൽ പാരന്റിങ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാൻഡ് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ജനറേഷൻ ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരം ജനറേഷൻ ഗ്യാപ്പുകൾ, അതേപോലെ തന്നെ സ്ക്രീൻ ടൈം, സൈബർ ബുള്ളിയിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അവരുടെ ഹെൽത്തും അതേപോലെ തന്നെ അവരുടെ മൈൻഡും റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ഹ്യൂമൻ ആയിട്ട് നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നടങ്ങുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാരന്റിങ് കോഴ്സാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിന്റെ 1ാമത്തെ ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 2ാമത്തെ ബാച്ച് നമ്മൾ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർക്കൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മളുടെ പാരന്റിങ് സീരീസിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ യൂനുസ് സാറാണ് പാരന്റിങ് വർക്ക്ഷോപ്പിന് നേതൃത്വം വഹിക്കുന്നത്. ഡോക്ടർ യൂനുസ് സാറ് മെറ്റര ക്ലിനിക് എടപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാറ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വെമ്പിൾ അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾക്ക് സാറ് നേതൃത്വം വഹിക്കുന്നുണ്ട്. പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, അതേപോലെ തന്നെ സെക്ഷുവാലിറ്റി ഇൻ മാരേജ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾക്ക് സാറ് നേതൃത്വം വഹിക്കുന്നു. ഫാമിലി തെറാപ്പിസ്റ്റ്, ഫാമിലി ഗൈഡൻസ് കൗൺസിലർ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് സാറിനുണ്ട്. അതേപോലെ തന്നെ സാറ് ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് ട്രെയിനർ കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ കൗൺസിലിംഗ് അടക്കമുള്ള വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ വെമ്പിൾ അക്കാദമിയിലെയും അതേപോലെ തന്നെ മിച്ചിറ ക്ലിനിക്കിലെയും ഒക്കെ കേസുകൾ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് വെമ്പിൾ അക്കാദമിയിലെ പാർട്ടിസിപ്പൻസിന് പ്രത്യേകം സാറിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും കുറച്ച് പുതിയ ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും അധികം ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പാരന്റിങ് സീരീസിലെ ഒരു ടോക്സിക് പാരന്റിങ് എന്നുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ അനുസരണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ കുട്ടികളിലെ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കഷൻ
അതേപോലെ തന്നെ അഡിക്ഷനുമായി ഫോൺ അഡിക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നമ്മളുടെ എല്ലാ സെഷനുകളുടെയും റെക്കോർഡ് വിംബിൾ അക്കാദമി എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ സെഷൻ ടോക്സിക് പാരന്റിങ് എന്നുള്ള ഈ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. അതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ യൂനുസ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യൂനുസ് സാർ. സാർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. സോ ഇപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. നമുക്ക് നിർബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാരന്റിങ്ങിൽ നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിന് പൊതുവെ മക്കളെ നോക്കുക എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, അതിലൊരു ഭയങ്കരമായ പേടി പലപ്പോഴും കാണാറുണ്ട്. കാരണം കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത്, കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വർക്ക് പെൻഡിങ് ആയി പോകും. ബിസിനസ്സിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ ജോലിനെ അത് ബാധിക്കും, ഫാമിലിനെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മക്കളെ നോക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിനോടുള്ള ഒരു പേടി. അപ്പൊ ആ ഒരു പേടി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഇല്ല. മക്കളെ നോക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഈസിയായ സംഭവം തന്നെയാണ്. നമ്മളെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മക്കളെ നോക്കാൻ ഈസിയാണ്. നമുക്ക് വേണ്ടി നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മക്കളെ നോക്കാൻ നമുക്കും പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു അവയർനെസ് തന്നെയാണ്, അവയർനെസിന്റെ ലാക്ക് ഓഫ് അവയർനെസ് തന്നെയാണ് പലപ്പോഴും കുട്ടികളെ നോക്കുന്നിടത്തുള്ള ഒരു ദേഷ്യം. കുട്ടികളോട് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്നു. മക്കൾ കാരണം എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളുള്ളത് കൊണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, കുട്ടികളുള്ളത് കൊണ്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, അവരെ നോക്കാനുള്ള സമയം ചെലവഴിച്ചുകൊണ്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടിയതും കൂടെയാണ് ഇന്നത്തെ കാലത്ത് മക്കളെ നോക്കാനും മക്കൾ ഉണ്ടാവാനുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടാനുള്ള കാരണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണോ അല്ലേ എന്നുള്ളതിനെ പറ്റി എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ടതുണ്ട്. കാരണം അത് ചിലപ്പോ അങ്ങനെ എന്താണ് ഒരു വെറുതെ നമ്മളൊരു ഓകായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മൊറാലിറ്റിയും അതിന്റെ ഒരു റിലീജിയസ് ആയ ഒരു ആസ്പെക്ട്സുകളോ അല്ലെങ്കിൽ അതിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സുകളോ ഒക്കെ നമ്മൾ സംസാരിക്കപ്പെടും. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമുക്ക് എന്തിനാണ് എന്നുള്ള, നമ്മൾ തന്നെ എന്തിനാണ് എന്നുള്ള ഒരു കൃത്യമായ ധാരണ, അല്ലെ, നമ്മൾ തന്നെ എന്തിനാന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. സെൽഫ് അവയർനെസ് എന്ന് പറയും. അപ്പൊ ആ സെൽഫ് അവയർനെസ് ഉണ്ടാവുന്ന ആളുകൾക്ക് മാത്രമാണ് മക്കൾ ഉണ്ടാകുമ്പോഴും അതൊരു ബുദ്ധിമുട്ടില്ലാണ്ടായി തുടങ്ങും. അപ്പൊ നമുക്കൊക്കെ കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ വളർന്നു വന്നിട്ടുണ്ട്, ഒരു പ്രായമായിട്ടുണ്ട്, പക്ഷെ കുട്ടികളെ നോക്കിയ സമയത്ത് നമുക്ക് അത്രയൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയന്റുകൾ കുട്ടികളായിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും, അനുസരണ ഇല്ലാത്ത കുട്ടികൾ, അങ്ങനെ പലതരത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ, അങ്ങനെ പലതരത്തിലുള്ള കുട്ടികളെ കംപ്ലൈന്റുകളൊക്കെ വരുന്ന ആളുകളുണ്ടാവും. അപ്പോ ഇവരൊക്കെ ഈ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിപ്പിക്കുമ്പോൾ ശരിക്കും പാരന്റ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കണം, പക്ഷെ പാരന്റ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പാരന്റ്സിനെയും പഠിക്കണം. ഒരു പാരന്റിങ് എന്ന് പറയുന്നത് ഗൈഡൻസ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഗൈഡൻസ് എത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതാണ്, അങ്ങനെ ഒരു ഈസി മെത്തേഡിലോട്ട് പാരന്റിങ്ങിന് എത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു സീരീസിനെ കൊണ്ടുള്ള ഉദ്ദേശം. രണ്ടാമത്തത് അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പാരന്റിങ് ഇസ് എൻ ആർട്ട്, അല്ലെങ്കിൽ ആർട്ട് ഓഫ് പാരന്റിങ് എന്ന് പറയുന്ന വർക്ക്ഷോപ്പിൽ നമ്മൾ കാണുന്നത്. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടോക്സിക് പാരന്റിങ് ആണ്. ടോക്സിക് പാരന്റിങ് ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലേ. കുട്ടികളെ അങ്ങനെ ഒരുപാട് അടിക്കാൻ പാടില്ല, ഒരുപാട് ചീത്ത പറയാൻ പാടില്ല, ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് അവർ ആവശ്യമില്ലാത്ത വഴിയിലൂടെ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് ഡ്രഗ്സിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടികളുടെ ഇന്നത്തെ നമ്മൾ കാണുന്ന ഒരുപാട് വാർത്തകളില് അതില്
പ്രതികളായിട്ട് വരുന്നതെല്ലാം ചെറിയ മക്കളാണ്. അപ്പോ ആ ഒരു പ്രായത്തില് അവരെന്താണ് ചെയ്യേണ്ടത്, അവരെന്തുകൊണ്ടാണ് അത്തരം സ്വഭാവങ്ങളിലോട്ട് എത്തിപ്പോയിട്ടുള്ളത്, അതിന് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഉത്തരം ടോക്സിക് പാരന്റിങ് ആയിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പൊ ടോക്സിക് പാരന്റിങ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികളെ അടിക്കുകയും ചീത്ത പറയുകയും ലിമിറ്റേഷൻ കൊടുക്കുകയും ചെയ്യുന്നവർ മാത്രമല്ല. ടോക്സിക് പാരന്റിങ്ങിൽ ശരിക്കും പലപ്പോഴും നമ്മൾ മനസ്സിലായത് ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു പെർസിസ്റ്റന്റ് ഹാർംഫുൾ ബിഹേവിയർ ഓർ ആറ്റിറ്റ്യൂഡ്സ് ഫ്രം കെയർ ഗിവേഴ്സ് ദാറ്റ് നെഗറ്റീവ്ലി എഫക്ട് എ ചൈൽഡ്സ് ഇമോഷണൽ വെൽബീങ്. നമ്മുടെ ഒരു സ്ഥിരമായിട്ട് നമ്മൾ ഹാർംഫുൾ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവുക എന്നുള്ളത് ടോക്സിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, അതും കുട്ടികളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് എന്തും ടോക്സിക് പാരന്റിങ്ങിൽ പെടും. ഓക്കെ, അല്ലാതെ നമ്മൾ അടിക്കുക, ചീത്ത പറയുക, ലിമിറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, വേറെ എന്തൊക്കെ രീതികളിലും കുട്ടികളെ നമ്മൾ ഒരുപാട് പാമ്പർ ചെയ്തിട്ട് ഒരുപാട് സ്നേഹിച്ചു പോകുന്നതും ശരിക്കും എന്താണ്, ഒരു ടോക്സിസിറ്റിയാണ്. ടോക്സിക് എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു പാരന്റിങ്ങിനൊക്കെ നമുക്ക് ടോക്സിക് പാരന്റിങ് എന്ന് പറയാം. അല്ലാണ്ട് ഇപ്പോഴും ലിമിറ്റേഷൻ, ഒരുപാട് കുട്ടികൾ ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുട്ടികളെ നോക്കുന്ന ഭയങ്കരമായ ലിമിറ്റേഷൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശി ഉണ്ടാക്കുന്നു. ഇപ്പൊ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന, അതായത് നമ്മൾ ചുരുക്കം ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അടിക്കല്. ചെറിയ കാര്യം പറയുമ്പോഴേക്കിനും അടിക്കുന്നത്, അവരെ പുറത്ത് വിടാത്തത്, എക്സ്പ്ലോർ ചെയ്യാൻ വിടാത്തത്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന പാരന്റ്സ്, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ അതിനെ ഒരു ടോക്സിക് പാരന്റിങ്ങിനെ കാണാറുള്ളത്. അതൊക്കെ ടോക്സിക് പാരന്റിങ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒക്കെ കൂടെ കുട്ടികൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത്, കുട്ടികൾക്ക് ഫെയിലർ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തത്, കുട്ടികളുടെ ഒരു ആവശ്യത്തെ മനസ്സിലാക്കാൻ പറ്റാത്തത്, കുട്ടികളുടെ ഓരോ സ്വഭാവത്തെ കാണാൻ പറ്റാത്തത്, കുട്ടികളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തത്, കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റാത്തത്, ഇതെല്ലാം ടോക്സിസിറ്റിന് അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. കാരണം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നോ അതെല്ലാം ടോക്സിക് പാരന്റിങ്. അപ്പോ നമ്മൾ ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ അത് തീവ്രത കൂടിയ ഒരു സ്വഭാവം. നമ്മുടെ സ്നേഹം തീവ്രമായിട്ട് കൂടുമ്പോൾ ടോക്സിക് ആവും, ദേഷ്യം തീവ്രമായിട്ട് വരുമ്പോൾ ടോക്സിക് ആവും, അഭിമാനം തീവ്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ടോക്സിക് ആവും. നമ്മുടെ ചില സ്വഭാവങ്ങളിലെ ഈഗോ തീവ്രമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ടോക്സിക് ആവും. അപ്പൊ അതിൽ ഞാൻ ആദ്യം പറഞ്ഞ സാധനമാണ്, സ്നേഹം കൂടിക്കഴിഞ്ഞാലും അത് ടോക്സിക് ആവും. അപ്പൊ സ്നേഹം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളെ ഒന്നിനും വിടാതിരിക്കും അല്ലെ. ചിലപ്പോൾ ദേഷ്യമൊന്നും പിടിക്കൂല, ചീത്തൊന്നും പറയില്ല, അടിക്കൊന്നും ചെയ്യൂല, പക്ഷെ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അത് ചെയ്യണ്ട, അതിനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, പുറത്തോട്ട് പോകുന്ന കുട്ടീനെ പുറത്തോട്ട് പോകണ്ടട്ടോ, വണ്ടികളൊക്കെ ഉള്ളതാണ്, ഇരിക്കും, അത് സൈക്കിളിനായിട്ട് പുറത്ത് പോകരുതട്ടോ, ടോക്സിക് പാരന്റിങ്ങിലാന്ന് വരിക. കാരണം നമ്മൾ കരുതലായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും, പ്രൊട്ടക്ഷൻ, സംരക്ഷണം, കെയർ, ഓവർ കെയർ, അറ്റാച്ച്മെന്റ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ പറയാം. അതായത് കുട്ടികളെ മേൽ ഓവർ കൺസേൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ടോക്സിസിറ്റിയാണ്. കുട്ടികൾ മേൽ ഒരു കൺസേണും കൊടുക്കാതിരുന്നാലോ അപ്പോഴും അത് ടോക്സിക് ആയിട്ട് മാറും. കാരണം വാല്യബിൾ ആയുള്ള പല കാര്യങ്ങളും കുട്ടികൾക്ക് മിസ്സാവും, അത് കുട്ടികളെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അവിടെയും ടോക്സിക് പാരന്റിങ്ങിലോട്ടാണ് പോകുന്നത്. നെഗറ്റീവ് സൈഡ് ഓഫ് പാരന്റിങ്, അതാണ് നമ്മൾ ടോക്സിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാതും ഒരു കുടക്കീഴിൽ വരുമ്പോൾ നമ്മൾ അതിനെ മൊത്തത്തിലാണ് ശരിക്കും ടോക്സിക് എന്ന് പറയുന്നത്, അല്ലാതെ വെറും ലിമിറ്റേഷൻ മാത്രമല്ല. അപ്പൊ ശരിക്കും നമ്മൾ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 3 വിഷയങ്ങളായിരുന്നു നമ്മൾ സംസാരിക്കാം. നമ്മൾ ഇൻസെക്യൂരിറ്റി കുട്ടികൾ കൊടുക്കും തന്നെ, നമ്മൾ ഇൻസെക്യൂരിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ സ്ട്രെസ് എങ്ങനെയാണ് നമ്മൾ റിലീവ് ചെയ്യുന്നത്, കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ടാണോ, കുട്ടികളുടെ മുമ്പില് നമ്മളാവാൻ വേണ്ടി കുട്ടികളെ വളർത്തുന്നതാണോ? ചില ആളുകളുണ്ടല്ലേ, നമ്മളാവാൻ വേണ്ടിയിട്ട് അമ്മയാവാൻ വേണ്ടിയിട്ട്, അമ്മനെ പോലെ ആവാൻ വേണ്ടി മക്കളോട് നിർബന്ധം പിടിക്കും, അല്ലെങ്കിൽ അച്ഛനെ പോലെ ആവാൻ വേണ്ടിയിട്ട് മക്കളോട് നിർബന്ധം പിടിക്കും. മറ്റുള്ള കുട്ടികളെ നോക്കിയിട്ട് ആ കുട്ടികളാവാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികളോട് നിർബന്ധം പിടിക്കും. അപ്പൊ ഇവിടൊക്കെ നമ്മൾ സംഭവിക്കുന്നത് വെച്ചാല് പലപ്പോഴും നമ്മളിലേക്ക് ശ്രദ്ധിക്കാണ്ട്, നമ്മളെ അവെയർ ആവാത്തതുകൊണ്ട്, സെൽഫ് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളിലേക്ക് കൊടുക്കേണ്ട അവയർനെസ് നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് നെഗറ്റീവ്ലി ആണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ
അപ്പൊ ഇതാണ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ ഒരു ടോക്സിക് പാരന്റിങ്ങിന്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുട്ടികളെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്ത് നോക്കുക. ഒരു കുട്ടി, ഞാൻ പൊതുവെ എല്ലാ ക്ലാസ്സിലും പറഞ്ഞ അതേ വാക്കാണത്, നമ്മൾ കുട്ടികളെ വളർത്തേണ്ട ആവശ്യമില്ല, അത് വളരുന്ന ഒരു സാധനം. അപ്പൊ വളർത്താൻ വേണ്ടി നമ്മൾ വല്ലാണ്ട് അങ്ങ് സമയം ചെലവഴിച്ച് വളർത്തി വലുതാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം കുട്ടികൾ വളരാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുത്താൽ മതി. ഈ ലോകത്ത് എന്തും വളരുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വളർച്ചയ്ക്ക് ആവശ്യമായതെന്തോ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരും. നല്ല രീതിയിൽ വളരണമെങ്കിൽ നല്ല രീതിയിൽ സിറ്റുവേഷൻസ് കൊടുക്കണം. നല്ലതല്ലാത്ത സിറ്റുവേഷൻസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ നല്ലതല്ലാത്ത രീതിയിലേക്ക് കുട്ടികൾ വളരുന്നുണ്ടാവും. വളർത്തേണ്ട ആവശ്യം നമുക്കില്ല, അത് വളരുന്ന ഒരു സാധനം. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? കുട്ടികളെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും കൺട്രോളിങ്ങിന് നമ്മളിപ്പം പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ശരിക്കും നമുക്ക് നമ്മളിലുള്ള കൺട്രോൾ തന്നെ വളരെ കുറവാണ്. നമുക്ക് സെൽഫിലുള്ള കൺട്രോൾ തന്നെ വളരെ കുറവാണ്, അല്ലെ? നമുക്കിപ്പോ ഞാന് കുറേ കാര്യങ്ങൾ നമ്മളിലുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കുകയാണ്. ഞാനിപ്പോ ഒരു ചിന്തകളെ പറ്റി പറയാണ്. ഈ ചിന്ത നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, ഈ വിഷയത്തെ പറ്റി നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം എപ്പോഴാണോ നമ്മളത് പറയുന്നത് അപ്പോഴൊക്കെ നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. മറക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ ഒരു കാര്യത്തെ മറക്കാൻ ശ്രമിക്കുന്നതോറും അത് ഓർത്തുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നത് പോലെയാണ്. ഒരു കാര്യത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺട്രോളിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. ശരിക്കും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കാരണം കൺട്രോളിങ് എപ്പോഴും നെഗറ്റീവായിട്ട് എഫക്റ്റേ വരുള്ളൂ. കാരണം ഒരു ലിബറൽ ആയിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് മനുഷ്യൻ. ലിബറൽ ആയിട്ട് എല്ലാവരുടെ അടിയിലും സ്വന്തം ഇഷ്ടങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി മറ്റുള്ളവരോടും മറ്റുള്ളവരെ സ്നേഹിച്ചും നമ്മളെ സ്നേഹിച്ചും ജീവിക്കാൻ കഴിവുള്ള ഒരു സാധനമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിക്ക്, ആ ജീവിയെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാളുടേതായ സ്വഭാവത്തെ നമ്മൾ മാറ്റിയിട്ട് നമ്മളുടേതായ ഒരു സ്വഭാവം അയാളിലേക്ക് നമ്മൾ ഇമ്പോസ് ചെയ്ത് വെക്കും. അപ്പോ അമ്മയാകാൻ വേണ്ടിയിട്ട് അമ്മനെ പോലെ ആവാൻ മക്കളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അച്ഛനെ പോലെ ആവാൻ അച്ഛനെ മക്കളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ നോക്കിയിട്ട് അവരെ പോലെ ആവാൻ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളെ പോലെ വളരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പേസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പൊ കൺട്രോളിങ്ങിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതാണ്. ഓക്കെ, കൺട്രോൾ ചെയ്യാൻ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം നമുക്ക് നമ്മളിൽ തന്നെ, ഞാൻ ഇപ്പം പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന്, കണ്ണ് ചിമ്മാന്, കണ്ണിങ്ങനെ ഓരോ തവണയും നമ്മൾ ചിമ്മിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ, അതൊരു വൈപ്പിംഗ് ആണ്. നമ്മളൊരു വൈപ്പർ പോലെ, കാറിന്റെ വൈപ്പർ പോലെയാണ് നമ്മളിങ്ങനെ കണ്ണ് ചിമ്മുന്നത്. അത്രത്തോളം ക്ലീനിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വൈപ്പർ ഉപയോഗിക്കുന്ന പോലെയാണ് കണ്ണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ചും തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 5 മിനിറ്റത്തേക്ക് നമ്മൾ കണ്ണടക്കാണ്ടിരിക്കണം, കണ്ണ് ചിമ്മാനേ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇൻവോളണ്ടറി ആക്ഷൻ ആണ് നമ്മുടെ ശരീരത്തിൽ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഭക്ഷണം ഒരു മാസത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല. വെള്ളം തീരെ കുടിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണുണ്ട്, കാഴ്ചയുണ്ട്, പക്ഷെ നിങ്ങളെ കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല. കാരണം നമുക്ക് എന്തൊക്കെ പറ്റും എന്നുള്ളതും എന്തൊക്കെ പറ്റില്ല എന്നുള്ളതിനെ കുറിച്ചും ധാരണ ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് മര്യാദയ്ക്ക് ഉറങ്ങുക, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക, മര്യാദയ്ക്ക് സംസാരിക്കുക, മറ്റുള്ളവരെ നല്ല രീതിയിൽ സഹായിക്കുക, മറ്റുള്ളവരോട് ഒരു എമ്പതി കാണിക്കുക, നമ്മളെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രകൃതിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഇങ്ങനെ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വലിയൊരു ഭാഗം കാര്യങ്ങളുണ്ട്. പൊതുവെ അങ്ങനെ പറയുന്നതിൽ ഒരു 80% നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഒരു 20% നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. ഇത് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് മറ്റൊരാളെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിക്കാം. മക്കളെ നമ്മൾ കൺട്രോൾ ചെയ്യുക, ഭർത്താവിനെ കൺട്രോൾ ചെയ്യുക, ഭർത്താവ് ഭാര്യനെ കൺട്രോൾ ചെയ്യുക, അച്ഛൻ മക്കളെ കൺട്രോൾ ചെയ്യുക, മക്കള് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക. ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സ് ശരിക്ക് അത് നടക്കൂല. അങ്ങനെ ഒരു പരിപാടി നടക്കാൻ നമുക്ക് പറ്റൂല, നടത്തിക്കാനും പറ്റില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യത്തെ നമ്മൾ വല്ലാണ്ട് പ്രഷർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ
മാതാപിതാക്കൾക്ക് നല്ല സ്ട്രെസ് വരും, കുട്ടികൾക്ക് നല്ല സ്ട്രെസ് വരും. കാരണം അനുസരിപ്പിക്കുക, അനുസരണ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അനുസരിപ്പിക്കുക എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും സിമ്പിൾ ആയ ഒരു കാര്യം അവരിൽ നമ്മൾ ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സാധനമാണ് അനുകരിക്കുക എന്നുള്ളത്. ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ കുട്ടികൾ മാതാപിതാക്കൾ ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലാണ്ട് അനുസരിക്കാൻ കഴിയില്ല. ഒബേയിങ് എന്ന് പറയുന്ന, ഒബീഡിയന്റ് ആവുക എന്ന് പറയുന്ന സംഭവം ഡിസിപ്ലിൻ ആവുക എന്ന് പറയുന്നത് നമ്മൾ മാറ്റി വെക്കുക. ഒബീഡിയന്റ് ആവുക എന്ന് പറയുന്നതിന് പകരം ഡിസിപ്ലിൻ ആവുക. കാരണം നമ്മൾ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ മക്കൾ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അല്ലാണ്ട് ഒബീഡിയന്റ് എന്ന് പറയുന്ന സംഭവം ശരിക്കും നമുക്കൊരു ഡിവൈൻ സിസ്റ്റത്തിലോട്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ ദൈവത്തിന് വിശ്വാസമുള്ള ഒരാൾക്ക് ദൈവത്തിന് അനുസരിക്കാൻ പറ്റും എന്ന് പറയുന്നതിന് അപ്പുറത്തോട്ട് നമുക്ക് മറ്റുള്ളവരെ അനുസരിക്കാനല്ല. പിന്നെ മറ്റുള്ളവർ നമ്മൾ സറൗണ്ടിങ് എങ്ങനെയാണോ, സറൗണ്ടിങ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം അല്ലെ. നമ്മുടെ ചുറ്റുമുള്ള കാര്യം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളത് അനുസരിച്ചിട്ടാണോ? അല്ല, അത് അനുകരിച്ചിട്ടാണ്. അല്ലെ, മമ്മൂട്ടിനും മോഹൻലാലിനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അനുകരണമാണ്. നമ്മൾ അനുകരിക്കണം അവർ, അല്ലാണ്ട് അത് അനുസരണമല്ല. നമ്മളടുത്ത് ആരും അത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മളത് ചെയ്യണം. അപ്പൊ മാതാപിതാക്കളായിക്കോട്ടെ നല്ല രീതിയിലാണോ, പാരന്റ്സ്, എന്റെ അച്ഛനും അമ്മയും എങ്ങനെയാണോ ജീവിക്കുന്നത്, അവരുടെ ഒരു ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അതിന്റെ ഒരു കോപ്പി പേസ്റ്റ് ആയിരിക്കും കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവിടെ കൺട്രോളിങ് വരുമ്പോൾ ഒരു സുപ്പീരിയറിറ്റി ഈഗോ വരും. ആ സുപ്പീരിയറിറ്റി ഈഗോ എന്ന് പറയുന്ന സാധനമാണ് ടോക്സിറ്റി. സുപ്പീരിയർ, കാരണം ഞാൻ പറഞ്ഞാൽ കേൾക്കണം, ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യണം, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം, എന്റെ പൈസ ചെലവിന് തരുന്നിടത്തോളം കാലം ഞാൻ പറയുന്നത് കേൾക്കണം. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പലപ്പോഴും യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അത്തരം വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഞാൻ എന്ന് പറയുന്നത് ഡോമിനന്റ് ആണ്. അപ്പൊ ആ ഡോമിനന്റിനെ കാണിക്കുകയാണ്. കാരണം സുപ്പീരിയോറിറ്റി നമുക്ക് കാണിക്കാൻ പറ്റുന്നത് നമ്മൾ താഴെയുള്ള ആളുകളോടാണ്. അപ്പൊ മക്കളുടെ അടുത്ത് നമ്മൾ നന്നായിട്ട് അത് കാണിക്കും. നമ്മൾ പറഞ്ഞ ചില ആൾക്കാർ പറയും എനിക്കിഷ്ടമില്ലാത്തത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ എനിക്കിഷ്ടമില്ലാത്തത് മാത്രമേ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറയുക, നമ്മളും അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. മറ്റുള്ളവർക്ക് ഒക്കെ ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങളേക്കും നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. മക്കളും അവർക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അവിടെ രണ്ട് ഒപ്പീനിയനിലൂടെ ഞാൻ അത് പറയാറുള്ളത്. ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം, രണ്ടാമത്തത് നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളായിരിക്കും. നമുക്കാണ് ഇഷ്ടമില്ലാത്തത്, പക്ഷെ മറ്റുള്ളവർക്ക് അത് ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മുടെ ഇഷ്ടമില്ലായ്മകൾ എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടമില്ലായ്മകൾ ആവണം എന്നുള്ള വാശിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്നത്. എന്റെ ഭാര്യ എനിക്കിഷ്ടമില്ലാത്തതേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു കാര്യം, ഇഷ്ടമില്ലാത്തൊരു കാര്യം ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ള കാര്യം നല്ലതാണോ അല്ലേ എന്നുള്ളതിനെ പറ്റി നമുക്ക് ധാരണ കൊടുക്കാം. നീ ഈ ഇഷ്ടപ്പെടുന്ന കാര്യം നല്ലതല്ല, അതുകൊണ്ട് നീ അത് ചെയ്യരുത് എന്ന് നമുക്ക് പറയാം. നേരെ മറിച്ച് ആ ഇഷ്ടമില്ലാതെ തന്നെ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം മറ്റൊരാൾ ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു സുപ്പീരിയോറിറ്റി ആയ ഒരു ഈഗോ ആണ് നമുക്കവിടെ കാണുന്നത്. അപ്പൊ അതാണ് ഡൊമിനന്റ്. കല്യാണം കഴിച്ച കപ്പിൾസിലും ഡൊമിനേഷൻ, നമുക്ക് ഡൊമിനന്റ് ആവുക എന്ന്, ഡോമിനൻസ് കാണിക്കുക എന്ന് പറയുന്നത് ഈ സുപ്പീരിയോറിറ്റി ഈഗോ ആണ്. ഒരാൾ മറ്റൊരാളടുത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ നീ ജീവിക്കണം എന്ന് പറയുന്നത് ഡോമിനന്റ് ആണ്, സുപ്പീരിയോറിറ്റി ഈഗോ ആണ്. ഇതാണ് നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ 20-25 വയസ്സുള്ള ഒരു കപ്പിളിന് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 30 വയസ്സായി, ഈ 30 വയസ്സിൽ ഇയാൾ ജീവിച്ച അനുഭവമാണ് കുട്ടിയിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഈ 30 വർഷം കൊണ്ട് ജനറേഷൻ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ടെക്നോളജി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ അനുഭവങ്ങളാണ് കുട്ടിയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ അനുഭവങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ സെൽഫ് അവയർനെസ് നമുക്കില്ല. അപ്പൊ ആ സെൽഫ് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഡീൽ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ അനുഭവങ്ങളൊക്കെ ശരിയാണെന്നുള്ള ധാരണയിൽ നമ്മൾ കുട്ടിയിലേക്കും കൊടുക്കും. ശരിപ്പോ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് വന്നു വിചാരിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഒരു ഫാദർ നല്ലൊരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ വരികയാണ്. പ്രശ്നങ്ങളൊക്കെ വന്ന് മനസ്സിലാക്കി ബിസിനസ് ശരിയാവില്ല, ബിസിനസ് ശരിയല്ല, ബിസിനസ് ചെയ്താൽ പ്രശ്നമാണ്, ബിസിനസ് ചെയ്താൽ പൊട്ടും, അത് ഒരുപാട് പൈസ നഷ്ടവും, കടമാവും, ബുദ്ധിമുട്ടാവും. അപ്പൊ ഈ ഒരു വിശ്വാസമാണ് ഫാദറിനുള്ളത്. കുട്ടി വളർന്ന് പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടി പറയാണ്, മകൻ പറയാണ് അല്ലെങ്കിൽ മകള് പറയാണ്, എനിക്ക് ബിസിനസ് ചെയ്യണം. അപ്പൊ ഫാദർ ആദ്യം പറയുന്നത് എന്തായിരിക്കും, നീ ബിസിനസ് ഒന്നും ചെയ്യണ്ട, പഠിച്ചാൽ മതി, പഠിച്ചിട്ടൊരു ജോലി ചെയ്താൽ മതി. കാരണം ഫാദറിന്റെ എക്സ്പീരിയൻസ് എന്താണ്, ബിസിനസ് ചെയ്തപ്പോൾ പൊട്ടി, ബിസിനസ് ചെയ്താൽ ശരിയാവില്ല. കാരണം അതുകൊണ്ട് മക്കൾ ചെയ്താലും ശരിയാവില്ല. കാരണം ബിസിനസ്സിനോടാണ് മൂപ്പർക്ക് പ്രശ്നം. പുള്ളിക്കാരുടെ പ്രശ്നം ബിസിനസ്സിനോടാണ്. അത് പുള്ളിക്കാരൻ മനസ്സിലാക്കേണ്ടത്, ഞാനാണ് ആ ഫാദർ എങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത്
ആ ബിസിനസ് ഞാൻ ചെയ്തതുകൊണ്ടാണ് അത് പാളിയത്. എന്റെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ടും കാര്യങ്ങളിൽ മിസ്റ്റേക്ക് കാരണമാണ് എനിക്ക് അത് വല്ലാണ്ട് അപ്ലിഫ്റ്റ് ചെയ്യാനോ ഗ്രോത്ത് കാണിക്കാനോ പറ്റാണ്ടായത്. അപ്പൊ ആ മിസ്റ്റേക്ക് എന്താന്ന് അനലൈസ് ചെയ്തിട്ട് നാളെ കുട്ടികൾ അത് ചെയ്യുമ്പോൾ ആ മിസ്റ്റേക്കിനെ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് അതൊരിക്കലും വരാൻ പാടില്ല. അത് എന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇങ്ങനെ ബിസിനസ് ചെയ്തപ്പോൾ ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ നീ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനും അതിനെ ആ ഫെയിലറിനെ മറികടക്കാനുള്ള പഠനങ്ങൾ നീ പഠിച്ചിരിക്കണം. എന്നിട്ട് നീ ബിസിനസ് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവിടെ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇവിടെ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. നേരെ മറിച്ച് നമ്മൾ ആ സെൽഫ് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് അവരിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫ് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് മനസ്സിലാക്കി അത് നമ്മൾ പ്രൂവ് ചെയ്തു, അത് ശരിയാണെന്ന ധാരണയിൽ കുട്ടികളിലേക്ക് നമ്മൾ ഇമ്പോസ് ചെയ്തിട്ട് അവരെ കൊണ്ട് അതേപോലെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പൊ അതാണ് ഈ കൺട്രോളിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ഒരു കൺട്രോളിങ് വരുന്നതോടെ തന്നെ എന്ത് ചെയ്തു, അവിടെ ഒരു ടോക്സിസിറ്റി വരികയാണ്. കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല മറ്റുള്ളവരെ എന്ന് മനസ്സിലാക്കിയിട്ടും മറ്റുള്ളവരെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്കും സ്ട്രെസ് ആയിരിക്കും, കുട്ടികൾക്ക് അതിനേക്കാളും വലിയ തലവേദനയായിരിക്കും. അതാണ് കൺട്രോളിങ്ങിനെ പറ്റി പറയാനുള്ളത്. ചെറിയ കാര്യങ്ങളായിട്ട് പറയാണ്. രണ്ടാമത്തത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം, സ്ഥിരമായിട്ട് കുറ്റപ്പെടുത്തലുകൾ. അപ്പൊ മക്കളോട് നമ്മൾ കുറ്റപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ ചില കുട്ടികളൊക്കെ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്താലും ഇവരിന്റെ കുറ്റം മാത്രമേ കാണുള്ളൂ പറയും. എന്ത് ചെയ്താലും കുറ്റം മാത്രമേ കാണുള്ളൂ. ഞാൻ നല്ലത് കുറേ ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ലതിന് ആരും ശ്രദ്ധിക്കുന്നില്ല. നല്ലത് കണ്ടു കഴിഞ്ഞാൽ ആരും എന്നോടൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മക്കൾ വീണ്ടും വീണ്ടും ആ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഒരു ക്രിറ്റിസിസത്തിന്റെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മറ്റൊരാളെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയോ? രണ്ട് രീതിയിലാണ് ഞാൻ പറയാനുള്ളത്. ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. ഒരാളെ നന്നാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം, ഒരാളെ കേടുവരുത്താൻ നാശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രിറ്റിസൈസ് നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ആ ഒരു സുപ്പീരിയോറിറ്റി ഈഗോയിൽ നിന്ന് ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഡിസ്ട്രക്റ്റീവ് ആയുള്ള ക്രിറ്റിസിസമാണ്. അയാളെ കേടുവരുത്തുന്ന, അയാളെ ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന തരത്തിലുള്ള ക്രിറ്റിസിസമാണ് നമ്മൾ മറ്റൊരാളിലേക്ക് കൊടുക്കുക. അപ്പൊ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാള് ഒരു കാര്യം ചെയ്തു, അതിലൊരു തെറ്റ് കണ്ടു, ആ തെറ്റിനെ അല്ല ആദ്യം പറയാം, ഒരു സാൻഡ്വിച്ച് ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം എന്ന് പറയാം. അതായത് ആദ്യം ആ സംഭവത്തില് നല്ലത് പറയും, ആ കുട്ടി ചെയ്ത ഒരു എഫേർട്ടിനെ നമ്മൾ പറയും. ചിലപ്പോൾ ഒരു കുട്ടി കാര്യം ചെയ്തിട്ടുണ്ടാവും, മരത്തിൽ കയറിയപ്പോ ഏതൊരു സാധനം പഠിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല, താഴോട്ട് വീണു, മുറിവായി, കുട്ടി ഒരുപാട് കരയുന്നു. അപ്പൊ നമ്മൾ ആ കുട്ടിയോട് പറയും, ആരോട് വെച്ചിട്ടാ മരത്തുമ്മ കയറാൻ പോയത്? ഒരു ചോദ്യം അത്. രണ്ടാമത്തത്, എന്നോട് എപ്പോഴേ പറഞ്ഞതല്ലേ മരത്തിൽ കയറാൻ പാടില്ല എന്നത്. രണ്ടാമത്തത്, കാരണം മരത്തിൽ കയറിയതായുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം പറഞ്ഞാൽ കേൾക്കൂല. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്. കാരണം കുട്ടി ചെയ്ത ഒരു വിഷയമല്ല അവിടെ പ്രശ്നമായത്, കയറിയ സമയത്ത് എന്തോ ഒരു കാര്യം ശ്രദ്ധിക്കാൻ കുട്ടി വിട്ടുപോയി. അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം കുട്ടിയോട് നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. കാരണം ആ കയറാനുള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ, കയറാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു സെൽഫ് കോൺഫിഡൻസിലാണ് കുട്ടി മരം കയറിയത്. പക്ഷെ ആ സെൽഫ് കോൺഫിഡൻസിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന, ഇല്ലാണ്ടാക്കുന്ന, നശിപ്പിക്കുന്ന ഒരു സംസാരമായിരിക്കും നമ്മൾ അവിടെ കൊടുത്തത്. അതാണ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഇനി അതേ സമയം നമ്മൾ ആ ഒരു മരം കയറി വീണ സമയത്ത് സാരില്ല, കുഴപ്പമില്ല, കുട്ടിയെ ആദ്യം കംഫർട്ട് ചെയ്യാം. കുട്ടിയെ കംഫർട്ട് ചെയ്തിട്ട് ഈ ഇപ്പൊ ശരിക്കും ഇപ്പൊ എന്തിനാ മരത്തിൽ കയറിയത് ചോദിക്കുക. അപ്പൊ മരത്തിൽ കയറിയിട്ട് ഉദ്ദേശം കുട്ടി പറയും. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും പറ്റിയത് ചോദിക്കുക. അത് അവിടെ എത്തിയപ്പോ കാല് സ്ലിപ്പായി പോയി എന്ന് പറയും. അപ്പൊ അതെനിക്ക് സ്ലിപ്പ് ആവുന്ന ഒരു മരമാണ്, ഇതിമ ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെയല്ല കയറേണ്ടത്, ഇങ്ങനെ കയറിയ പോലെ, ഈ കയറൽ ഇങ്ങനെ കയറിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ ഷൂ ഇട്ട് കയറിയതുകൊണ്ടാണ്, ചെരുപ്പിട്ട് കയറിയോണ്ടാണ്, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ആയതുകൊണ്ട് കൊളുത്തിയിട്ട് വീണതാണ് എന്നൊക്കെ പറഞ്ഞ് അതിന് കൃത്യമായൊരു സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാല് കുട്ടിക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നില്ല, ഫെയിലറിനെ മനസ്സിലാക്കാനും പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ അതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും അതിനൊന്ന് പൊട്ടിത്തെറിപ്പാ കൊടുക്കുക. കുട്ടികൾ ഒരു സാധനം എന്തെങ്കിലും ചെയ്യുമ്പോൾ ആദ്യം ഒരു പൊട്ടിത്തെറിയല, ആ പൊട്ടിത്തെറിച്ചിൽ നിന്ന് തന്നെ കുട്ടിയുടെ കോൺഫിഡൻസ് പോയി. അതാണ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാം, പക്ഷെ ഒരു സാൻഡ്വിച്ച് ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം എന്ന് പറയാം. ആദ്യം ഒരു ബണ്ണ്, അതിന്റെ ഉള്ളിൽ കുറച്ച് മീറ്റ്, പിന്നെ ഒരു ബണ്ണ് എന്ന് പറയുന്ന പോലെ ഈ ബണ്ണ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം, ആ കാര്യത്തെ കംഫർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. അതിന്റെ ഇടയിലുള്ള മീറ്റ് ഉണ്ടല്ലോ, അതായിരിക്കണം കുട്ടി ചെയ്ത തെറ്റ് നമ്മൾ
മെൻഷൻ ചെയ്യേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് കൊണ്ടും അത് കുഴപ്പമില്ല, അത് നീ കയറിയല്ലോ, കയറിയത് തന്നെ വലിയ കാര്യമാണ്, അത് ഇനി കയറുമ്പോൾ ഇനി ഇങ്ങനെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ, നമുക്ക് ഒരുമിച്ച് കയറിയാൽ മതി, ഞാൻ ഉണ്ടാവുമ്പോൾ നീ കയറിയാൽ മതി, ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കംഫോർട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അത് പൊതുവേ നമ്മൾ ഈ കപ്പിൾസിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ഒരു കൺസ്ട്രക്റ്റീവ് ആയ ഒരു ക്രിറ്റിസിസത്തിനെ പറ്റി പറയുമ്പോൾ, ഇപ്പൊ ഒരു വൈഫ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കി, ഒരു ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ ഭർത്താവ് വന്നിട്ട് ആ ഭക്ഷണത്തിന്റെ എന്തോ ഒരു മിസ്റ്റേക്ക്, എല്ലാരും ഒരു സ്റ്റോറി പൊതുവെ അതിന് തന്നെ പറയാറുണ്ട്, എല്ലാരും ആ ഒരു ഭക്ഷണം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും നല്ലത് പറഞ്ഞു, അതില് ഭർത്താവ് മാത്രം ലേശം ഉപ്പ് കൂടിയിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ എല്ലാരും നല്ലത് പറഞ്ഞപ്പോ ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പം, നല്ലത് പറയാൻ തോന്നിയില്ല, എല്ലാരും നല്ലതല്ലേ പറഞ്ഞത്, ഒരു എവിടെയോ ഈഗോ ഹേർട്ട് ആയിട്ട് അവിടെ എന്താണോ ഒരു മിസ്റ്റേക്ക് ഉള്ളത് ആ മിസ്റ്റേക്കിനെ മാത്രം ഡോമിനേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കും. അതൊരു ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണ്. കാരണം അതല്ലാതെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചില ആളുകൾ പറയും എന്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല, എപ്പോഴും കുറ്റം പറച്ചിലാന്ന് പറയും. അത് മക്കളും കുറ്റം പറയും, വാപ്പയും കുറ്റം പറയും, എല്ലാവരും കുറ്റം പറയുന്നു. എല്ലാവരും കുറ്റം പറയാ എന്ന് പറയുന്ന ഒരു ബിലീഫ് സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ ബിലീഫ് സിസ്റ്റത്തിലാണ് ഇയാൾ ഭക്ഷണം ഉണ്ടാക്കിയത് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് തെറ്റുകൾ വീണ്ടും വീണ്ടും വന്നോണ്ടേയിരിക്കും. കാരണം ആ ഒരു നിയത്തി, ആ ഒരു എന്താ പറയാ ഇന്റൻഷനാണ്, ഉദ്ദേശത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ആരും വന്ന് കഴിക്കൂല, അല്ലെങ്കിൽ എപ്പോഴും കുറ്റം പറയും, എപ്പോഴും കുറ്റം പറയും എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആ കുറ്റങ്ങൾ മാത്രമായിരിക്കും അയാളുടെ തലയിൽ ഉണ്ടാവുക, ഇയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവിടെ വീണ്ടും തെറ്റുകൾ വരും. അപ്പൊ അവിടെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ആ എടുത്ത എഫേർട്ടിനെ, ഭക്ഷണം ഉണ്ടാക്കിയല്ലോ, ആ ഉണ്ടാക്കിയ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിപ്പോ ഉണ്ടാക്കിയപ്പോ ഇത് ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ സംഭവം ഉണ്ട്, ചെറിയൊരു കുഴപ്പമൊന്നുമില്ല, അത് കഴിക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ അതിന് ആ ഒരു മിസ്റ്റേക്കിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ആ എഫേർട്ടിനെ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ചുമ്മാ ഒരു ഫിലോസഫി പറയുന്ന പോലെ പറയുന്ന കാര്യങ്ങളല്ല, ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ മാറിപ്പോയ കേസുകളുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വിഷയം നമ്മുടെ മുമ്പിൽ നടക്കുന്ന സമയത്ത് അതിനെ നമ്മൾ എങ്ങനെ നോക്കി കാണണം, അവിടെയാണ് ഈ ക്രിറ്റിസിസത്തിന്റെ കോൺസ്റ്റന്റ് ക്രിറ്റിസിസം. കുട്ടികളോട് നമ്മൾ സ്ഥിരമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്കൂളിൽ പോകുന്ന സമയത്ത് ഡ്രസ്സ് എടുത്തില്ല, അല്ലെങ്കിൽ ബുക്ക് എടുത്തു വെച്ചില്ല, അല്ലെങ്കിൽ പെൻസിൽ കാണാനില്ല, അല്ലെങ്കിൽ തോർത്ത് കാണാനില്ല, അല്ലെങ്കിൽ പോയ സമയത്ത് ലേറ്റ് ആയി പോയി, സ്കൂളിൽ എത്തിയിട്ട് കുറെ പ്രശ്നങ്ങള്, തിരിച്ചു വന്നപ്പോഴും പ്രശ്നങ്ങള്, ട്യൂഷന് പോവാത്തതിന് പ്രശ്നങ്ങള്, രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ, രാത്രി കിടക്കുന്നത് വരെ കുട്ടിയോട് നമ്മൾ നെഗറ്റീവ്സാ പറയുന്നത്. ഈ കുട്ടിക്ക് 5 വർഷം 10 വർഷം ഒന്നും ആവണ്ട, ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കിന് കുട്ടിയിൽ ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവും. കാരണം അവിടെയാണ് ഈ ടോക്സിക് പാരന്റിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺസ്റ്റന്റ് ക്രിറ്റിസിസം. അവിടെ നമുക്ക് കൺസ്ട്രക്റ്റീവ് ആയ ക്രിറ്റിസിസം ആണ് കൊടുക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ ഒരു വിഷയമാണ് ഇമോഷണൽ അൺഅവൈലബിലിറ്റി ഓർ നെഗ്ലക്ട്. അതായത് ഇമോഷണൽ ഒരു ഫ്രീഡം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മളൊരു എന്താണ് ടോക്സിക് പാരന്റിങ്ങിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യം, കുട്ടികൾ നെഗ്ലക്ട് ചെയ്യും. ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവില്ല, ഒരു ആക്റ്റീവ് ലിസണിങ് ഉണ്ടാവില്ല. അത് സ്കൂളത്തെ കാര്യമല്ല, അതൊക്കെ ഇപ്പൊ കേട്ടിട്ട് എന്താണ്, അങ്ങനെ പറയുന്ന പാരന്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ചെറിയൊരു കാര്യമില്ല, ഇതിനെക്കുറിച്ച് ഇപ്പൊ ഇങ്ങനെ കുറെ സംസാരിക്കാൻ മാത്രം ഉണ്ടോ? അതൊക്കെ ഒരു ഇമോഷണൽ ഫ്രീഡം. കാരണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ കാര്യം തന്നെ എടുക്കുക, കുട്ടിയിലേക്ക് നമ്മൾ പോകണമെന്നില്ല, നമ്മുടെ ഒരു വിഷമം, നമുക്കൊരു സങ്കടമുണ്ട്, ആ സങ്കടത്തെ നമ്മൾ മറ്റൊരാൾക്ക് സംസാരിക്കുമ്പോൾ അയാൾ അതിനെ ഒരു തീരെ വില തരാത്തിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ആളത്തെ ആ വിഷയം എന്നുള്ളതല്ല, പൊതുവേ നമ്മുടെ പ്രശ്നങ്ങൾ പോയിട്ട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാവില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, ഭയങ്കര സങ്കടവും തോന്നും. അപ്പൊ 1-2 തവണ ഒക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ 3-ാം തവണ പിന്നെ നമ്മൾ അയാളെ ഇങ്ങനെ നെഗ്ലക്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, അയാൾ അവോയ്ഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും പോയി പറയില്ലല്ലേ. ഇതേ അവസ്ഥ തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. കുട്ടികൾ നമ്മളടുത്ത് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാണ്ടിരിക്കുക, അത് ടോക്സിക് പാരന്റിങ്ങിൽ പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒരു കാര്യമാണ്. അപ്പൊ ഞാനിപ്പോ അത് തീരെ ശ്രദ്ധിച്ചില്ലായിരുന്നു, സോറി ട്ടോ, കാര്യമില്ല. അത് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് നമ്മൾ ക്ഷമ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് നമ്മൾ അത് ശ്രദ്ധിക്കാതിരിക്കുകയും അത് അവെയർ ആവാണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി അത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ എത്തും. അപ്പൊ ഈ അടുത്ത് എനിക്കൊരു പാരന്റ് വിളിച്ചിട്ട്, ഒരു 8 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടി തീരെ സംസാരിക്കുന്നില്ല, ഇപ്പോ വളരെ മൂടിയായിട്ട് ഇരിക്കും. ഇടയ്ക്ക് പഠിക്കാനിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്,
ചുമ്മാ ചിലപ്പോൾ രാത്രി ഇരുന്ന് കരയും, രാത്രി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ദുസ്വപ്നം കാണും, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു പാരന്റ് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കുട്ടിയുടെ ആ ഒരു ചേഞ്ച് എത്ര കാലമായിട്ട് കാണാൻ തുടങ്ങിയത്? ഒരു 2 വർഷമായിട്ടാണ് കാണാൻ തുടങ്ങിയത്. അതായത് ഒരു 6 വയസ്സ് വരെ കുട്ടി ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ആക്റ്റീവ് ആണ്. സ്കൂളിൽ പോകുന്ന സമയത്തും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3 വയസ്സ് മുതലേ ഡേ കെയറും കാര്യങ്ങളൊക്കെ പോകുന്നായിരുന്നു. ഒരു കുഴപ്പമുണ്ടെങ്കിൽ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ഒരു 2 വർഷത്തിലാണ് കുട്ടിക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പൊ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ഡെയിലി കുട്ടി സങ്കടമാണെന്ന് പറയും. സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ തിരിച്ചു വന്നാൽ ഭയങ്കര ഇമോഷനാണ്. സ്കൂളിൽ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ കൂടുതൽ സമയത്തും ബെഞ്ചിലിരുന്ന് കരയും, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടീച്ചർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നമുക്ക് സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡൗട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പാരന്റ്സ് എങ്ങനെയാണ് കുട്ടീനോട് നമ്മൾ ചോദിക്കുക, ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കും. ഇപ്പൊ ഈ ഒരു കേസിൽ ഫാദറും മദറും ജോലി ചെയ്യുന്നവരാണ്, അവർ ഭയങ്കര ബിസിയാണ്, രണ്ടുപേരും ഭയങ്കര ബിസിയാണ്. ഈ ഒരു മകളും ഇതൊരു പെൺകുട്ടിയാണ്, അതിന്റെ കൂടെ ഒരു താഴെ അതിന് മേലെ ഒരു ബ്രദറും ഉണ്ട്. ഇവർ രണ്ടുപേരും ഉള്ളത്. ഇവർ രണ്ടുപേരും സ്കൂൾ കഴിഞ്ഞാൽ വീട്ടിലോട്ടെത്തും. ഇവർ രണ്ടുപേരും കാര്യങ്ങൾ ഇവർ നോക്കുകയും ചെയ്യും. പാരന്റ്സ് വീട്ടിലോട്ട് എത്തുമ്പോഴേക്കും 8 മണി 9 മണിയാവും. ഈ 8 മണി 9 മണി ആവുന്നതോടെ തന്നെ ഇവര് പ്രധാനപ്പെട്ട ജോലികൾ കഴിഞ്ഞ് ഇവർ കിടക്കുകയും ചെയ്യും. ഇവര് പിന്നെ രാവിലെ എണീക്കും, അത്യാവശ്യമുള്ള പണികൾ കഴിയും, ഇവര് ജോലിക്ക് പോകും, മക്കളും വീട്ടിൽ പോകും, സ്കൂളിൽ പോകും. ഒരു സൺഡേ ആണ് എപ്പോഴെങ്കിലും കിട്ടുന്നത്. പക്ഷെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഈ പാരന്റ്സിനും അതിൻ്റെതായ കുറെ തിരക്കുകൾ, രണ്ടുപേരും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പൊ അവിടെ സൺഡേ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവിടെയും കുറച്ച് തിരക്കുകൾ ഉണ്ടാവും. ഇതൊരു 2 വർഷമായിട്ട് ഭയങ്കര കൂടുതലാണ്. ഭയങ്കര കൂടുതലാണായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തീരെ ഒരു ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല. അപ്പോ സ്കൂളിൽ പോയി കഴിയുമ്പോഴാണ് കുട്ടി കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ മെല്ലെ മെല്ലെ ഈ കുട്ടി ആക്റ്റീവ് ആയ കുട്ടി മെല്ലെ മെല്ലെ ഇൻട്രോവേർട്ട് ആവാൻ തുടങ്ങി. കുട്ടി ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്ന് ഇനാക്റ്റീവ് ആയി തുടങ്ങുന്നു. സംസാരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് സംസാരം കുറഞ്ഞു തുടങ്ങുന്നു. ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഭാഗത്തു നിന്ന് ഇമോഷൻസ് വളരെ കുറഞ്ഞു തുടങ്ങുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ സ്വഭാവം ഇങ്ങനെ മാറി 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 ഒരു 2 വർഷം കൊണ്ട് കുട്ടി ഭയങ്കരമായ ഡിപ്രഷനിലോട്ട് പോകും. കുട്ടിക്ക് ഭയങ്കര ബോധ്യമുള്ള കുട്ടിയാട്ടോ. ഭയങ്കര ഒരു 8 വയസ്സിനും 9 വയസ്സിലുള്ള ഒരു പ്രായത്തിന്റെ സ്വഭാവം, ഒരു ബിഹേവിയർ, നല്ല ഒരു കാഴ്ചപ്പാടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ കുട്ടിയോട് തന്നെ കുറെ സംസാരിച്ച കുട്ടി പറയുന്നത്, കുട്ടിക്ക് മനസ്സിലായ എനിക്ക് ഈ സ്വഭാവം എന്തുകൊണ്ടാണ്, ഞാൻ ചോദിച്ചു, ചുമ്മാ ചോദിച്ചു, നിനക്ക് എന്താണ് തോന്നുന്നത്, നിനക്ക് എന്തുകൊണ്ടാണ് ഇത്തരം സ്വഭാവങ്ങൾ ഇങ്ങനെ മാറിയെന്ന് ചോദിച്ചപ്പോൾ കുട്ടി തന്നെ പറയുന്നത്, എനിക്ക് എവിടുന്നും എന്നെ ആരും കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാലും എന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ തന്നെ അമ്മ പറഞ്ഞിരുന്നു, മോൾ എല്ലാ കാര്യങ്ങളും മോൾ തന്നെ ചെയ്യുന്നത്. ഈ കുക്കിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും മോളെ. ഇപ്പൊ ഡ്രസ്സ് അലക്കുന്ന കുട്ടിക്ക് അറിയാം. ഈ പറയുന്ന 8 വയസ്സുള്ള കുട്ടിയാണ് അവൾ ഡ്രസ്സ് നെയ്യുന്നത്, അവളെ അയൺ ചെയ്യുന്നത്, അവളുടെ ബുക്കുകൾ എടുത്ത് വെക്കുന്നത്, സ്കൂളിൽ പോകുമ്പോൾ എക്സാമിന് പ്രത്യേകിച്ച് പഠിക്കാൻ പറയാം, അങ്ങനെയൊന്നുമില്ല, സ്വന്തമായിട്ട് എടുത്ത് പഠിക്കുക, എല്ലാം കുട്ടി സെൽഫ് പ്രിപ്പയർഡ് ആണ്. അപ്പൊ അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 8 വയസ്സിലെ കുട്ടി അത്രയും പ്രിപ്പറേഷൻ വരുന്നത് നല്ലതാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ളതിന് ഒരു ചെറിയൊരു അസ്വാഭാവികത ഉണ്ടെന്ന് തോന്നിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവര് കുട്ടിനെ നോക്കുന്നിടത്ത് ഇവര് ഒരുപാട് ലാഗ് ചെയ്യുന്നു ചില കാര്യങ്ങൾ. അപ്പൊ കുട്ടീനെ അത് സെൽഫായിട്ട് ചെയ്ത് ചെയ്ത് ശീലമായി. അപ്പൊ കുട്ടിക്ക് അത് വേറൊരാൾ ചെയ്തു തരേണ്ട ആവശ്യമില്ല ഇപ്പൊ. അപ്പൊ അവിടൊക്കെ കുട്ടി ഒറ്റപ്പെട്ടു തുടങ്ങി. കാരണം അവിടെ പാരന്റ്സിന് എപ്പോഴും ഒരു ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ കുട്ടിക്ക് നഷ്ടപ്പെട്ടു. കാരണം എത്ര തിരക്കായാലും അമ്മ മകൾക്ക് ചെയ്തു കൊടുക്കുന്ന, മകന് ചെയ്തു കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നാ പറയാ. അത് ഭയങ്കര ഒരു കൂട്ടി പിടിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതൊക്കെ കുട്ടിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ നഷ്ടപ്പെടലൊക്കെ കുട്ടിക്ക് ഭയങ്കര വേദനയാണ്. കുട്ടി അതൊക്കെ ഒറ്റപ്പെടലായിട്ടാണ് കുട്ടിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ശീലമായപ്പോ മെല്ലെ മെല്ലെ കുട്ടി ഫ്രണ്ട്സിൽ നിന്നും മെല്ലെ മെല്ലെ മാറി നിൽക്കാൻ തുടങ്ങി. ക്രൗഡിൽ പോകാൻ കുട്ടിക്ക് ഇഷ്ടമില്ലാണ്ടാ തുടങ്ങി. വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഒരു റൂമിൽ ഇരിക്കുക, കുട്ടിന്റെ കാര്യങ്ങൾ നോക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, കൂടുതൽ സംസാരം ഇല്ലാണ്ടായി തുടങ്ങി. കൂടുതൽ ടൈമും കൂടുതൽ ടിവിയിലോ അല്ലെങ്കിൽ കുട്ടിയുടെ എന്റർടൈൻമെന്റ് എന്താണോ അതിലേക്ക് കുട്ടി കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങി. അപ്പൊ ഇത് കുട്ടി തന്നെ പറയുന്ന, കുട്ടി തന്നെ ഇതിന്റെ ഡീറ്റെയിൽ പറയാം. അപ്പോഴാണ് അമ്മേനെ ഇത് കുറെ ശ്രദ്ധിക്കുന്നത്. കുട്ടി ഇത്രയും ഡീറ്റെയിൽ ചെയ്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ളത് ഈ ഈ അമ്മയ്ക്ക് ഇത് മനസ്സിലാവുന്നത് എന്നോട് സംസാരിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. അത്രയും ഒരു ഒരു എന്താ പറയാ നെഗ്ലക്റ്റിംഗ് അവരടിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഇമോഷണൽ കണക്ഷൻ അവരടിയിൽ ഉണ്ടായിട്ടില്ല. ഒരു ഇമോഷണൽ ഫ്രീഡം, കുട്ടിക്ക് എന്തും പറയാം. ഞാൻ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിക്കാൻ നീ ആരോടാ പറയാന്ന് ചോദിച്ചു. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടാ പറയാറെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം പറയാറുണ്ട് വെച്ചാൽ എല്ലാം പറയാറില്ല. അപ്പൊ എന്താ അമ്മയോട് പറയാത്തത്? അമ്മയോട് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അച്ഛനോട് എന്താ പറയാത്തത്? അച്ഛനോട് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇത് ബ്രദറിന്റെ അടുത്ത് ഒന്ന് പറയാത്തേക്കും, ബ്രദറിനും ഞാൻ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് സംസാരിക്കാൻ ഇഷ്ടമല്ല. ഇതാണ് ആ ഒരു 8 വയസ്സിലെ കുട്ടി പറയുന്നത്. അപ്പൊ ഈ ഏജ് ഡിഫറൻസ് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എവിടുന്നാ? അപ്പൊ അവരെ ഇടയിൽ തന്നെ ഒരു പാർഷ്യാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് കുട്ടിക്ക്.
കുട്ടിക്ക് ഇവിടേക്ക് ഒരു പാർഷ്യാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കുട്ടീനെ പറയാണ് എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ എനിക്ക് അതൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കുട്ടിക്ക് ഒരു ബോധ്യം ഉണ്ടായത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും കുട്ടിക്ക് എല്ലാ വിഷയങ്ങളും അപ്പൊ ഇന്നത്തെ കുട്ടികൾ നമ്മൾ പോലും കരുതുന്ന രീതിയിലല്ല അവരുടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ബോധം വരുന്നത്, സാമൂഹ്യ ബോധം വരുന്നതും കുടുംബത്തിലേക്ക് വരുന്ന പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് ഒന്നും കുട്ടികളിൽ ഇന്ന് കാണുന്ന നമ്മൾക്ക് ഉണ്ടായ ഒരു 30-40 വയസ്സുള്ള ആളുകളിൽ കുട്ടികളായ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബോധമല്ല ഇന്ന് 10, 12, 15 വയസ്സുള്ള കുട്ടികളുടെ ബോധ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും, നെഗ്ലക്ട് ചെയ്യുക, ചെറിയ വിഷയങ്ങൾ പോലും കുട്ടികളെ കേൾക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരുപാട് ഒരു ഇമോഷണൽ ഫ്രീഡം നഷ്ടപ്പെടും. ഇമോഷണൽ ഫ്രീഡം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ കുട്ടികൾക്ക് പറയാൻ പറ്റില്ല. കാരണം കുട്ടികൾ അത് പറയാൻ ഇഷ്ടപ്പെടാതാവുന്നു, അല്ലെങ്കിൽ പറഞ്ഞാൽ പേടിക്കുന്നു, പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അറിയാത്തതിനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇമോഷണൽ ഫ്രീഡം ഇല്ല എന്നതിനർത്ഥം. ഇമോഷണൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും പറയാൻ പറ്റും, എന്തും പറയാൻ പറ്റണം. എന്ത് നടന്നാലും അത് കേൾക്കാൻ ഒരാളുണ്ട്, കേൾക്കാനുള്ള ഒരാൾ വീട്ടിൽ നിന്നായിരിക്കണം, ഇല്ലെങ്കിൽ പുറമേ നിന്ന് ഒരാൾ കേൾക്കാൻ വരും. അങ്ങനെ കേൾക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രണയമായിട്ടും മറ്റുള്ള പരിപാടിയായിട്ടും കുട്ടികൾ പോവുകയും ചെയ്യും. അപ്പൊ അവിടെ ഒരു സ്പേസ് നമുക്ക് വീട്ടിലില്ലാത്തതിന്റെ ഭാഗമാണ്. അതും ഒരു ടോക്സിക് പാരന്റിങ്ങിന്റെ ഒരു ഭാഗമാണ്. കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കുക, അവരെ കെയർ ചെയ്യാതിരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല, അവരെ കേൾക്കണം, അവരെ നമ്മൾ ഒരു ഒരു അഫെക്ഷൻ നമുക്ക് അവർക്ക് ഫീൽ ചെയ്യിക്കാൻ പറ്റണം, ഒരു സ്നേഹം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, കെയർ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയാണ് ഒരു സിസ്റ്റം വരേണ്ടത്. പിന്നെ നാലാമത്തെ രണ്ട് കാര്യം കൂടെ അതിൽ പറയാനുള്ളത്, ഒന്ന് പിന്നെ നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത് കണ്ടീഷൻഡ് ആയ ഒരു സ്നേഹം. കണ്ടീഷൻഡ് സ്നേഹം അല്ലെ, കണ്ടീഷൻഡ് ലവ് എന്ന് പറയും, കണ്ടീഷനിങ് ലവ്. അപ്പൊ കണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിന് ഒരു കണ്ടീഷൻ വെക്കുക. അതായത് ഒരു ടോക്സിക് പാരന്റിങ്ങിൽ എപ്പോഴും ഒരു കാര്യമാണ്, അവരിപ്പോ വലുതാവുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളതല്ല, അതുകൊണ്ട് വളർത്താം. അപ്പൊ അങ്ങനെ വളർത്തുമ്പോൾ മിക്കവാറും പെൺകുട്ടികളെ നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കൂല, ആൺകുട്ടിനെ ശ്രദ്ധിക്കും. കാരണം ഓനെ നമ്മൾ നാളെ നോക്കാണ്ടാവുള്ളൂ. അപ്പൊ ഒരു കണ്ടീഷൻ ബേസ് ചെയ്ത് കുട്ടികളെ സ്നേഹിക്കാം. രണ്ടാമത്തത്, കുട്ടികൾക്ക് എന്തെങ്കിലും സാധനം വേണം, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ആവുകയാണെങ്കിൽ ഞാൻ അത് വാങ്ങിച്ചു തരാം. അപ്പോൾ ഒരു ഫാദർ പറയാണ്, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങുകയാണെങ്കിൽ ഞാനൊരു ബൈക്ക് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങിച്ചു തരാം. അവിടെ നമുക്ക് ശരിക്ക് പറയുമ്പോൾ ഒരു ടോക്സിസിറ്റി ഫീൽ ചെയ്യില്ല. കുട്ടിയെ നല്ല പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമാണ്, മോട്ടിവേഷൻ അല്ലേ എന്ന് പറയുമ്പോൾ അതൊരു കണ്ടീഷൻഡ് ലവ് ആണ്. ആ കണ്ടീഷൻഡ് ലവ് വരുന്ന സമയത്ത് ടോക്സിക് ആവുക ചെയ്യുന്നത്. കാരണം കുട്ടി അത് എഫക്റ്റീവ് അല്ല, കുട്ടിയിലേക്ക് വരുന്ന സ്നേഹം എഫക്റ്റീവ് അല്ല. കുട്ടി ആ റിവാർഡിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്നേഹത്തെ ഡീൽ ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ. കാരണം എനിക്ക് വേണ്ടിയിട്ട് കുട്ടി ഫുൾ A+ മേടിക്കുകയാണ്. കുട്ടിക്ക് അറിഞ്ഞുകൂടെ ഞാൻ എന്തിനാ ഫുൾ A+ വാങ്ങുന്നത്, ഞാൻ എന്തിനാ പഠിക്കുന്നത്, ഞാൻ എന്തിനാ സ്കൂളിൽ പോകുന്നത്, ഞാൻ എന്തിനാ ജോലി ചെയ്യുന്നത്, നാളെ ഞാൻ എന്തിനാ കല്യാണം കഴിക്കുന്നത്. ഇതൊന്നും കുട്ടിയെ സംബന്ധിച്ചൊന്നും കോൺഷ്യസ് ലെവലില്ല. കാരണം അതൊന്നും കൊടുത്തിട്ടില്ല. ഇതെല്ലാം എന്തൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു, അതെല്ലാം നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ്. ഈ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അത് ഒരു ടോക്സിസിറ്റി ആയി, കുട്ടിക്ക് ഒരു നെഗറ്റീവ് ബാലൻസ് ചെയ്തിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും കുട്ടിയിലേക്ക് വരുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ക്രിറ്റിസിസം പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റന്റ് ബ്ലെയിമിങ്, കുറ്റപ്പെടുത്തലുകൾ. അതായത് ബ്ലെയിമിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വിഷയങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് കുട്ടിയെ തെറ്റായിട്ട് നമ്മൾ കാണിക്കാം. അങ്ങനെ ഒരുപാട് പേരൻസ് ഉണ്ട്. അത് ചില കാര്യങ്ങളൊക്കെ പറയും, ഞാൻ ദേഷ്യം പിടിക്കുന്ന എന്തിനാന്നൊക്കെ ചോദിച്ചാൽ, ദേഷ്യമൊന്നുമില്ല, എനിക്ക് ഫാമിലിയൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഡോക്ടർ, ഭയങ്കര സ്ട്രെസ്സാണ്, അത് ചിലപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുമ്പോൾ അവരോടാണ് തീർക്കും പറയും. അപ്പൊ അവരോട് തീർക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സിമ്പിൾ ആയിട്ടാ പറയുക, ഭയങ്കര സിമ്പിൾ ആയിട്ട്. എനിക്ക് ഫാമിലിയൊക്കെ ഭയങ്കര, എൻ്റെ ഒരു മാരേജ് ലൈഫ് ഭയങ്കര ബോറാണ്, ഭയങ്കര പ്രശ്നമാണ്, അതിന്റെ സ്ട്രെസ്സൊക്കെ ഞാൻ കുട്ടികളോട് ചിലപ്പോൾ തീർക്കുക. കാരണം എന്റെ കംഫർട്ട് സ്പേസ് കുട്ടികളാണ്. ആരുടെ കംഫർട്ട് സ്പേസ് കുട്ടികൾ? നമുക്കിവിടെ കംഫർട്ട് സ്പേസിൽ വേറെ ആളുണ്ടാവുക, നമ്മൾ കംഫർട്ട് സ്പേസ് നമ്മൾ മാത്രമാണ്. അല്ലാതെ മറ്റുള്ളവർ കൂടുമ്പോഴല്ല നമ്മൾ കംഫർട്ട് സ്പേസ് ആവുന്നത്. നമ്മൾ ഒറ്റക്കാണ് നമ്മൾ കംഫർട്ട് സ്പേസ്, സെൽഫാണ് നമ്മൾ കംഫർട്ട് സ്പേസ്. അതിലേക്ക് നമ്മൾ കുട്ടികളെ വലിച്ചുകൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ദേഷ്യം ഫീൽ ചെയ്യുന്നതിന് ആ ദേഷ്യത്തെ ഞാൻ ഇരുന്ന് അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് എന്റെ മാത്രം ആവശ്യമാണ്. അത് ഞാൻ കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ബ്ലെയിമിങ് വരും. കാരണം കുട്ടികളെ ബ്ലെയിം ചെയ്യുക, നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ വേറൊരു ഭാഗമാണ് ബ്ലെയിം ചെയ്യുക. കാരണം ക്രിറ്റിസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറ്റപ്പെടുന്ന ഒരു എഫേർട്ടിനെ കുറ്റപ്പെടുത്തും. കുട്ടിയെ ഈ പറയുന്ന ഈ ബ്ലെയിമിങ്ങിൽ വരുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിന്, ക്രിറ്റിസിസവും ബ്ലെയിമിങ്ങും തമ്മിൽ. അപ്പൊ ബ്ലെയിമിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യത്തെ, ഇപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നത്തെ കുട്ടിയിലേക്ക് ബ്ലെയിം ആക്കി കൊടുക്കുക.
അത് ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ കുട്ടിയോട് ദേഷ്യപ്പെടുക. ആ ദേഷ്യപ്പെടൽ കുട്ടി ചിലപ്പോൾ ഇന്നലെ ചെയ്ത കാര്യം പറഞ്ഞിട്ടെങ്കിൽ കുറ്റപ്പെടുത്തുന്നുണ്ടാവുക, അല്ലെങ്കിൽ പണ്ട് ചെയ്തൊരു കാര്യം പറഞ്ഞിട്ടായിരിക്കും കുട്ടി നമ്മൾ ചീത്ത പറയുന്നുണ്ടാവുക, വഴക്കുണ്ടാക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ കുട്ടി ചിലപ്പോൾ ഒരു പെൻസിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കും ചീത്ത പറഞ്ഞിട്ടുണ്ടാവുക. അവിടെ ഒന്നും ക്രിറ്റിസിസം അല്ല, ആ ക്രിറ്റിസിസം ഒക്കെ നമ്മൾ ഈ പറയുന്ന പോലത്തെ ഒരു എന്താണ് ബ്ലെയിമിങ്ങിലേക്കാണ് പോകുന്നത്. ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ഒരു എഫേർട്ടിനെ, കംപ്ലീറ്റ് എഫേർട്ടിനെ ഇല്ലാണ്ടാക്കുക. ഇവിടെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളുടെ ദേഷ്യം മറക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുട്ടിയിലേക്ക് നമ്മൾ ആ ഒരു എനർജിനെ അങ്ങ് പുഷ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നതും നമുക്ക് ഈ പറയുന്ന കൺട്രോൾ, അതൊക്കെ ഈ സുപ്പീരിയറിറ്റി ഈഗോ എന്നാ വരിക. എല്ലാം വരുന്ന ഫസ്റ്റ് നമ്മൾ കൺട്രോളിങ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം, ഇപ്പൊ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഈ കാരണം കൊണ്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്താ പറയുക, ഇപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, കുട്ടികളെ കോൺഫിഡൻസ് അണ്ടർ കോൺഫിഡന്റ് ആവും, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, അവരെ സെൽഫ് വാല്യൂ അവർക്ക് ഉണ്ടാവില്ല, അൺവേർത്തി ആയിരിക്കും, എനിക്ക് ഒരു വാല്യൂ, കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് വരും. ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, ഞാൻ ഒന്നും ചെയ്യാനില്ലാത്ത ഒരാളാണ്, എന്നെ കൊണ്ട് ഒന്നും പറ്റൂല. കാരണം ഇതാ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ, ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ. ഞാൻ നേരത്തെ ഒരു കുട്ടിയുടെ ഒരു കേസ് പറഞ്ഞല്ലോ, ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞ കാര്യമാണ്, ഞാൻ എപ്പോഴും എല്ലായിടത്തും അധികപ്പറ്റായിട്ട് തോന്നുന്നുണ്ട്, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു വിലയും തരുന്നില്ല, ഇവിടെ എത്തിയാലും വില തരുന്നില്ല. അപ്പൊ എല്ലായിടത്തും ഒരു അധികപ്പറ്റ്, ഒരു ബിലോങ്ങിങ്, ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ, കുട്ടിക്ക് അത് തോന്നല് വരികയാണ്. ഞാൻ ഇവിടെ എനിക്ക് ആരോടും ഇഷ്ടമല്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ എനിക്കും ആരും ഇഷ്ടമല്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, ഞാൻ ഇങ്ങനെ തന്നെ പോയിക്കോളാം. അപ്പൊ അത് തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങോട്ടേക്ക് വാല്യൂ എവിടുന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ സെൽഫിനും വിലയില്ല. അപ്പൊ ആ ഒരു സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടും, സെൽഫ് ലവ് നഷ്ടപ്പെടും, സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും, എല്ലാം ഒരു അണ്ടർ കോൺഫിഡൻസിലോട്ട് കുട്ടി പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ടോക്സിക് പാരന്റിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കുട്ടിയിലേക്ക് ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ. അപ്പൊ ആങ്ഷ്യസ് ആവുക, ഡിപ്രസ്ഡ് ആവുക എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ആങ്സൈറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ കുട്ടികളുടെ ആങ്സൈറ്റി എന്ന് പറയുന്നത് പല തരത്തിലുള്ള ആങ്സൈറ്റികളാണ്. ഒരുപാട് സ്നേഹിച്ചാലും ആങ്ഷ്യസ് ആവും, തീരെ സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിലും ആങ്ഷ്യസ് ആവും. ഒരു ബാലൻസ്ഡ് സ്നേഹം നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ ടോക്സിക് അല്ലാത്ത സ്വഭാവങ്ങൾ നമുക്ക്, ബിഹേവിയർ നമുക്ക് കൊടുക്കാൻ പറ്റണം. അവരുടെ ഇൻട്രസ്റ്റുകളും അവരുടെ ഇന്റൻഷനും അവരുടെ ഇൻറ്റ്യൂഷൻസിനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അവരിലേക്ക് നമ്മളെ എന്താണ് പ്രതിഷ്ഠിക്കാതെ കുട്ടിയെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, നമ്മളെ കുട്ടിയിലേക്ക് പ്രതിഷ്ഠിക്കാൻ നമ്മൾ ശ്രമിക്കരുതിരിക്കുക. നമ്മളായിട്ടിരിക്കുക, കുട്ടിയായിട്ടിരിക്കാനും വിടുക. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുട്ടിയായിട്ട് മാറേണ്ടി വരും, അത്രേ ഉള്ളൂ. നമ്മൾ കുട്ടിയായിട്ട് മാറും. അപ്പൊ നമ്മളൊരു 8 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ 8 വയസ്സുള്ള ഒരാളായിട്ട് ഞാൻ മാറണം, എന്നാൽ ആ 8 വയസ്സുള്ള ഒരാളേക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ ആ 8 വയസ്സുള്ള ഒരാൾ 30 വയസ്സുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടൂല. കാരണം ആ 8 വയസ്സുള്ള ഒരാളുടെ പ്രശ്നങ്ങളല്ല ഈ 30 വയസ്സുള്ള ഒരാളുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ അയാൾക്ക് അത് കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. 8 വയസ്സുള്ള ഒരാളെ പ്രശ്നങ്ങൾ കേൾക്കണമെങ്കിൽ ഞാൻ 8 വയസ്സുള്ള ഒരാളായിട്ട് മാറണം, കാരണം എനിക്കത് പറ്റും, ഞാൻ അത് വളർന്നു വന്ന ഒരാളാണ്. നമ്മൾ കുട്ടികളോട് പറയാം, ഞാനൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നതെന്ന് പറയും. ആ ബോധ്യം നമുക്ക് ഉണ്ടായാൽ മതി, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ അത് ആവാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ 10 വയസ്സിലോ 5 വയസ്സിലോ ഒക്കെ ആവാൻ നമ്മളെ കൊണ്ട് പറ്റും, പറ്റായിക്കൊന്നുമില്ല. അത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ പാരന്റിംഗിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ആങ്ഷ്യസ് ആവും, ഡിപ്രസ്ഡ് ആവും. അത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലീസിങ് ബിഹേവിയർ വരും കുട്ടികൾക്ക്. പ്ലീസിങ് ബിഹേവിയർ, നോ എന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റില്ല. എവിടെയും നോ എന്ന് പറയാൻ കഴിയില്ല. ആരെന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കും. എല്ലായിടത്തും ഒരു കോമാളിയായിട്ട് മാറും, എല്ലായിടത്തും ഒരു പൊട്ടനായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു പൊട്ടത്തിയായിട്ട് മാറും. ഈ 2 രീതിയിലാണ് മാറുക. കാരണം എപ്പോ ഇതെന്തൊരു പൊട്ടനാ, ഇതെന്തൊക്കെ തലയിൽ എന്തൊരു ഓളുണ്ടോ, തലയിൽ ഒരു മണ്ടനാണോ, ഇങ്ങനൊക്കെയുള്ള ആ ഒരു സ്വഭാവത്തിലേക്ക് അവർ മാറി തുടങ്ങും. കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യുന്ന എല്ലാം മണ്ടത്തരങ്ങളായി മാറും, അല്ലെങ്കിൽ എല്ലാം പൊട്ടത്തരങ്ങളായിട്ട് മാറും. അപ്പൊ അവരെ അഭിസംബോധന ചെയ്യുന്നത് മറ്റുള്ളവർ പൊട്ടനായിട്ടും മണ്ടനായിട്ടും ആയിരിക്കും. അപ്പൊ അവർക്ക് അത് വീണ്ടും വീണ്ടും അവരുടെ കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ ഒരു പ്ലീസിങ് ബിഹേവിയർ അവർക്ക് എപ്പോഴും വരും. എല്ലാവരും നോ എന്ന് പറയാൻ പറ്റിയല്ല, എല്ലാവരോടും എന്തെങ്കിലും സോറി എല്ലാവരോടും പോയിട്ട് അങ്ങോട്ട് ക്ഷമങ്ങനെ ഉണ്ടാക്കാൻ നോക്കും. അതേപോലെ തന്നെ വാലിഡേഷൻ സീക്കിങ്, പരിഗണന ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പരിഗണന കിട്ടണം അവർക്ക്, കാരണം അവർക്ക് ഓൾറെഡി അവരുടെ ഉള്ളിൽ തന്നെ പരിഗണന ഇല്ല, അവർക്ക് അവരോട് തന്നെ സ്നേഹമില്ല, അവർക്ക് അവരെ തന്നെ വാല്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മറ്റുള്ള ഒരു വാല്യൂ ഇങ്ങനെ വാങ്ങിക്കാൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും.
അപ്പൊ എവിടെയെങ്കിലും പോയിട്ട് 4 ആള് കാണുന്നിടത്ത് ഒരു പേടി എന്താണ്, ഓല് എന്നെ കണ്ടിട്ടില്ലെങ്കിലോ, ഓർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലോ. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കല്യാണത്തിന് വേണ്ടി ഞാൻ പെട്ടെന്ന് പോന്നു, എന്തേ കാരണം അവിടെ ആർക്കും എന്നെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോന്നു. അപ്പൊ അവിടെ ആർക്കും എന്നെ മനസ്സിലാവാത്ത പ്രശ്നം. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്നെ മനസ്സിലാവണമെന്ന് ഞാൻ വിചാരിച്ചു ഇത് നടക്കും, പരിപാടി വല്ലതും നടക്കും. കൊല്ലത്തിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ നാട്ടുകാരെ കാണുന്നുണ്ടാവുള്ളൂ. പിന്നെ എല്ലാവർക്കും എന്നെ മനസ്സിലാവണമെന്നാണ് വല്ലതും നടക്കും, നടക്കൂല. അപ്പൊ ചില ആളുകളുടെ ഒരു ക്യാരക്ടറാണ് മറ്റുള്ളവരെ എന്നെ എപ്പോഴും പരിഗണിക്കണം. ഒരു കുടുംബത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ സ്പേസ് തരണം, എന്നോട് സംസാരിക്കണം. ക്രൗഡിലെത്തുമ്പോൾ എനിക്കൊരു ലീഡർഷിപ്പ് വേണം, ഞാൻ പറഞ്ഞാൽ കേൾക്കണം. അപ്പൊ ഇതൊന്നും ചെയ്യാത്തവര് പെട്ടെന്ന് അവർ വലിയും. അപ്പൊ ഇത് സമൂഹത്തിൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഞാൻ പോയിട്ട് എന്നെ എല്ലായിടത്തും ഇങ്ങനെ പരിഗണന ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടൂല. അങ്ങനെ കിട്ടാതാവുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ ഉൾവലിഞ്ഞു തുടങ്ങും, ഇൻട്രോവേർട്ടായി തുടങ്ങും. അങ്ങനെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ കുട്ടിയൊക്കെ എന്ത് ചെയ്തത്, കുട്ടിക്ക് പരിഗണന ഭയങ്കര ഇഷ്ടമാണ്, കുട്ടീനെ സംബന്ധിച്ചു. അപ്പൊ ഇത് ഒരു കുട്ടിയുടെ കേസ് മാത്രം പറയുമ്പോൾ ഇന്ന് പറയാനുള്ള എല്ലാം അതിലുള്ളതുകൊണ്ടാണ് ഞാൻ ആ വിഷയം മാത്രം പറയുന്നത്. ഒരു കേസല്ല, ഇത്തരം ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അത് എനിക്കൊക്കെ പേഴ്സണലി തന്നെ എന്റെ ഫാമിലിയിൽ തന്നെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ചെറിയ കാര്യമല്ല. ടോക്സിക് പാരന്റിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലിമിറ്റേഷൻസും നമ്മുടെ ഒരു സ്ട്രഗിളിങ്ങും മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ കാണാത്തത്, അവരെ മനസ്സിലാക്കാൻ പറ്റാത്തത്, അവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യപ്പെടാത്തത്, അവരെ നമ്മൾ വെക്കാത്തത്, അവരൊന്നും കെട്ടിപ്പിടിക്കാത്തത്, അവരിലേക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തത്, ഇതൊക്കെ ടോക്സിക് ആണ്. അവരെ നമ്മൾ മൈൻഡ് ചെയ്യാത്തത്, അവരെ നമ്മൾ വാല്യൂ ചെയ്യാത്തത്, അവരെ നമ്മൾ കൺസിഡർ ചെയ്യാത്തത്, ഇതെല്ലാം തെറ്റന്നെയാണ്. അപ്പൊ അതും നമ്മൾ ഈ ടോക്സിക്കിലേക്ക് കൊണ്ടുവരണം. ബാക്കിയുള്ളവർ ഓൾറെഡി നമ്മൾ ഈ പറയുന്ന അടിക്കുന്നതും ആക്കുന്നതും എല്ലാം ടോക്സിക് തന്നെയാണ്, അതിലൊന്നും നമുക്കൊരു സംശയമില്ല. അപ്പൊ അതിന്റെ ഒരു വിഷയം നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പൊ ഈ കാര്യങ്ങളാണ് ഈ പറയുന്ന സെൽഫ് എസ്റ്റീം കുറയുന്നു, കോൺഫിഡൻസ് കുറയുന്നു, ആങ്സൈറ്റി വരുന്നു, ഡിപ്രഷൻ വരുന്നു, പ്ലീസിങ് ബിഹേവിയർ വരുന്നു, ഈ പറയുന്ന എന്താ പറയാ വാലിഡേഷൻ സീക്കിങ്, പരിഗണനകൾ കൂടുന്നു. കാരണം ഐ ആം നോട്ട് ബിലോങ്ങിങ് ഹിയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവരിൽ വർക്ക്ഔട്ട് ആവും. ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റാണ്, അതുകൊണ്ട് മറ്റുള്ളവർ എപ്പോഴും എന്നെ, എനിക്ക് എന്തായാലും ഇവിടെ വിലയില്ല, മറ്റുള്ളവർ എന്നെ ഇങ്ങനെ വാല്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഒരു സിസ്റ്റം ആയിട്ട് വരുന്നത്. ഇതിൽ പിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എങ്ങനെയാണ് ഇത് ഹീൽ ചെയ്യാന്നുള്ളത്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഒരു 50-50% ഞാൻ പറയാനുള്ളൂ. 50% പാരന്റ്സ് മാറിയേ പറ്റൂ. 50% പാരന്റ്സിനാണ് ഇവിടെ കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. ഒരു 10 വയസ്സോ 15 വയസ്സിന്റെ ഒക്കെ ഇടയിലുള്ള അല്ലെങ്കിൽ അതിന്റെ മേലോട്ടുള്ള കുട്ടികൾക്ക് മാത്രം നമ്മൾ ഒരു 50% കൊടുക്കേണ്ടതുള്ളൂ. ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണോ ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ 100% പാരന്റ്സിനെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. കാരണം പാരന്റ്സിനാണ് അവയർനെസ് കൊടുക്കേണ്ടത്. പാരന്റ്സ് അവെയർ ആകുമ്പോൾ കുട്ടികൾ താനെ അവെയർ ആവും. കാരണം നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ഇമിറ്റേഷൻ ഉള്ള ആളുകളാണ്. അപ്പൊ അവർ പാരന്റ്സിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ വീട്ടിൽ അത്തരം സാഹചര്യങ്ങൾ വരും, അന്തരീക്ഷങ്ങൾ വരും, സംസാരിക്കാനുള്ള സ്പേസ് വരും, കുട്ടികളെ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. മെല്ലെ മെല്ലെ കുട്ടികൾ മാറി തുടങ്ങും. ഒരുപാട് അനുഭവങ്ങൾ, ഒന്നൊന്നല്ല, ഒരുപാട് അനുഭവങ്ങൾ. അപ്പൊ ഇത്തരം ടോക്സിക് ആയ സ്പേസിൽ നിന്ന് മാതാപിതാക്കൾ മാറിയതിനു ശേഷം മക്കൾ മാറി, ഒരു കൗൺസിലിംഗ് കൊടുക്കാതെ മക്കൾ മാറി എന്ന് പറഞ്ഞ ഒരുപാട് കുടുംബങ്ങൾ. ഓക്കെ, അപ്പൊ അത് നമുക്ക് 100% സക്സസ് ആവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പാരന്റ്സിലാണ് ഈ ചേഞ്ചസ് വരേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടികളിലേക്കാണെങ്കിൽ അവിടെ കുട്ടികളുടെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് വരുന്നത്. അവരൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് വരണം. കൃത്യമായ അവരൊരു കമ്പാഷൻ പ്രാക്ടീസ് വരണം, കമ്പാഷനേറ്റ് ആവണം. അവരൊരു സെൽഫിൽ അവർക്ക് വാല്യൂ കൊടുക്കണം, സെൽഫ് അവയർനെസ് കൊടുക്കണം. അപ്പൊ ഈ സെൽഫ് അവയർനെസ്സും ഇന്നർ ചൈൽഡ് ഹീലിംഗും സെൽഫ് ഇമേജ് സിസ്റ്റം, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ വരുന്നത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡ് എന്ന് പറയുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ CBT നമ്മൾ പറയുന്ന ഒരു മൈൻഡ് റീകൺസ്ട്രക്റ്റീവ് മെത്തേഡ്. ഇപ്പൊ മൈൻഡ് റീകൺസ്ട്രക്റ്റീവ് മെത്തേഡിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഹീലിംഗിൽ നമുക്കൊരു സെൽഫ് കമ്പാഷൻ, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, ഇതിനെല്ലാം ഡെവലപ്പ് ചെയ്ത് സെൽഫ് അവയർനെസ് കുട്ടിയിലേക്ക് കൊടുത്ത് കുട്ടിയെ സെൽഫ് എക്സ്പ്ലോറിംഗിലേക്ക് വിട്ട് കുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് കുട്ടിയെ നമുക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇത് പാരന്റ്സിലോട്ട് പോകുമ്പോഴോ, പാരന്റ്സിന് നമുക്ക് അവരുടേതായ പ്രശ്നങ്ങൾ കേൾക്കണം, അവരെ സ്ട്രെസ് എന്തെന്ന് അറിയണം, അവരുള്ളിലെ വൂണ്ടുകൾ എന്തൊക്കെയെന്ന് അറിയണം, അവരെന്തുകൊണ്ടാണ് ഇതിനെ പേടിക്കുന്നതെന്ന് അറിയണം, കുട്ടികളെ വളർത്താൻ അവിടെ അനുഭവിക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയെന്ന് അറിയണം. ഇതെല്ലാത്തിനും നമ്മൾ എന്തിന്റെ കാരണം കൊണ്ടാണെന്ന് അറിയണം. എന്ത് റീസൺ കൊണ്ടാണ് അവർക്ക് ഇത് പറ്റാത്തത്? ഫാമിലിയാണോ റീസൺ? എന്റെ പാസ്റ്റ് ആണോ പ്രശ്നം? ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണോ പ്രശ്നം? എനിക്ക് കിട്ടിയ അറിവുകളാണോ പ്രശ്നം? ഇതെല്ലാത്തിനും കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അവർക്ക് അവരുടെ പ്രശ്നത്തെ കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഹീലിംഗ് സിസ്റ്റം വരേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഹീലിംഗ് സിസ്റ്റം വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു
അവിടെ ഒരു ബാലൻസ് ഇഷ്യൂസ് വരുന്നില്ല. കാരണം നമ്മുടെ മൈൻഡില്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് നമ്മുടെ പ്രോഗ്രാംസ് എന്തൊക്കെയാണോ അതിനനുസരിച്ചേക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പൊ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതോടത്തോളം നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രോഗ്രാം ആണ് നെഗറ്റീവ് ആയിട്ട് കിടക്കുന്നത്. സോ ആ പ്രോഗ്രാമിനെ നമ്മൾ മാറ്റിയിട്ട് നല്ലൊരു പ്രോഗ്രാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പിന്നെ അതിനുശേഷം നമുക്ക് ലൈഫിനെ കാണാൻ പറ്റുന്നത് വേറൊരു ആംഗിളിലായിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര സമാധാനം, സ്വസ്ഥത ഉണ്ടാവും. അത് അനുകരിക്കുന്ന മക്കളും നാളെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്കൊരു ടോക്സിക് പാരന്റിങ്ങിനെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ക്ലാസ് മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന് കൂടി പറയേ. ഹലോ സർ. ഹലോ, ജസീന വടകരയിൽ നിന്നാണ്. പറയാം. ടോക്സിക് പാരന്റിങ് എന്നുള്ളത് വിഷയം നമ്മുടെ ഈ പോസിറ്റീവ് പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, കേൾക്കുന്നില്ല. ഹലോ, വോയിസ് ബ്രേക്ക് ആവുന്നു. എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഹലോ, വോയിസ് നന്നായിട്ട് ബ്രേക്ക് ചെയ്യുന്നു, കേൾക്കുന്നില്ല. ചെയ്യുന്ന സമയത്താവും ടോക്സിക് ആവുന്നത്. എല്ലാവർക്കും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, എനിക്ക് മാത്രം ബ്രേക്ക് ആവുന്നത്? വോയിസ് ബ്രേക്ക് ആണ് സാർ, ക്ലിയർ ആവുന്നില്ല. ജസീന, നല്ല ബ്രേക്ക് ആവുന്നു, ഒന്നും കേട്ടില്ല. ഇപ്പൊ ക്ലിയർ ആണോ സാർ? ഇപ്പൊ ക്ലിയർ ആണ്. അതായത് ഞാൻ ചോദിച്ചത്, ഓവർ കെയറിങ് ചെയ്യുന്ന പാരന്റ്സ് ടോക്സിക് പാരന്റ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓവർ കെയറിങ്ങും ടോക്സിസിറ്റി ആണ് പേര്. കാരണം ഓവർ കെയറിങ്ങിലൂടെ കുട്ടിയിലേക്ക് കിട്ടുന്ന എന്താന്ന് നോക്കിയാൽ റിസൾട്ട് നോക്കിയാൽ മതി. ഓവർ കെയറിങ്ങിൽ കുട്ടിക്ക് എന്താ കിട്ടുന്നത്? ഹലോ സാർ, കുട്ടിക്ക് പേടി കോൺഫിഡന്റും ഇല്ലാണ്ടാവും, അതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കണേ? അതെ, കുട്ടിക്ക് നമ്മളിപ്പോ ഓവർ കെയർ കൊടുക്കുമ്പോൾ കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ടോ? സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് കാര്യങ്ങള് അല്ലേ സാറേ, കാര്യങ്ങൾ മാതാപിതാക്കൾ ചെയ്ത് കൊടുക്കുമ്പോ സ്വന്തമായിട്ട് ചെയ്യേണ്ട അവസ്ഥ തന്നെ ഇല്ല. അപ്പൊ സെൽഫിന് വാല്യൂ ഇല്ല, കുട്ടിക്ക് സെൽഫിന് വാല്യൂ വരുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്ന സിറ്റുവേഷനിലാണല്ലോ നമ്മൾ കെയറിങ് കൂടുതലായിട്ട് കൊടുക്കാൻ. ഞാൻ ഓവർ കെയറിങ് എന്നുള്ള വേർഡ് ഞാൻ പറഞ്ഞത്. ഓവർ കൺസേൺ കൊടുക്കുമ്പോഴാ പ്രശ്നം. ഇപ്പൊ നിങ്ങൾക്ക് കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു, അതിനെ കെയർ ചെയ്യേണ്ടെന്നല്ലോ പറഞ്ഞത്. അതൊക്കെ നമുക്ക് കെയർ ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതിനെ ഭയങ്കരമായ സ്ട്രെസ് കൊടുത്തിട്ട് കെയർ ചെയ്യുന്നോ അത് പ്രശ്നമായി മാറും. ക്ലിയർ ആയി. പറഞ്ഞോളൂ, വേറെ ആരും ചോദിച്ചോ? അതെ, ഓവർ കെയർ കൊടുക്കുമ്പോ കുട്ടി ഒരു ഡിപ്പെൻഡന്റ് പേഴ്സൺ ആവും. എപ്പോഴും ഒരാളുടെ സപ്പോർട്ട് വേണം എന്നുള്ള ആ രീതിക്ക്. പക്ഷെ പുറത്തുനിന്ന് അത് കാണുമ്പോ നമ്മളവര് ഓക്കെ ആണെന്നാണ് നമുക്കത് തോന്നുക. പക്ഷെ അത് കുറെ കഴിയുമ്പോഴാണ് തിരിച്ചറിയപ്പെടുക. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് അറിയണമെങ്കിൽ ഇന്ന് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പോസ്റ്റ് മാരിറ്റൽ കേസസ് ആണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ഈ പോസ്റ്റ് മാരിറ്റൽ കേസസ് എടുക്കുമ്പോൾ ഈ ഭർത്താക്കന്മാര്, ഭാര്യമാര്, ഇവരെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതിൽ ഭയങ്കരമായ ഈ പാമ്പറിങ് കിട്ടിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ. അവര് വളർന്നു വന്ന് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. കാരണം ഇവര് ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഭയങ്കര സപ്പോർട്ടും ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഭയങ്കരമായ ഒരു സിസ്റ്റം ഒക്കെ വെച്ചിട്ട് സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ സൊസൈറ്റിയിൽ നിന്ന് ഇവർക്ക് ഇതൊന്നും കിട്ടൂല. സൊസൈറ്റിയിൽ നിന്ന് ഇത് കിട്ടാതാവുമ്പോൾ അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും, ദേഷ്യം വരും, വെറുപ്പ് വരും, ഈഗോ ഹേർട്ട് ആവും. അപ്പൊ അത് ശരിക്കും ടോക്സിക് പാരന്റിങ്ങിൽ പെടുന്നൊരു കാര്യമാണ്. അത് ശരിക്കും ഒരു നെഗറ്റീവ് പാരന്റിങ് നമ്മൾ പറയുമ്പോഴും ശരിക്കും നമ്മൾ കുട്ടികൾക്ക് ഇഫക്റ്റീവ് അല്ലാത്ത, കുട്ടികൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിലോട്ട് വരുന്നതിനൊക്കെ നമുക്ക് ടോക്സിസിറ്റി കണക്കാക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം നമ്മൾ ടോക്സിക് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ തീവ്രത കൂടുക എന്നാണ് ടോക്സിക് എന്ന വാക്കിനർത്ഥം. തീവ്രത കൂടുക. എന്തിൽ തീവ്രത കൂടുക? സ്നേഹത്തിൽ തീവ്രത കൂടിയാൽ അത് പ്രശ്നം തന്നെയാണ്. സ്നേഹത്തിൽ തീവ്രത കൂടിയാലും അത് ടോക്സിസിറ്റി ആണ്. അതുപോലെ തന്നെ നമ്മൾ അടി കൊടുക്കുന്നതിനേക്കാളും ഭീകരം. അതെ, തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അത് ശരിക്കും, കാരണം അത് രണ്ട് രീതിയിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുട്ടികളെ അടിക്കുന്നത് ടോക്സിക് ആണ്, നോ ഡൗട്ട്സ്. ഒരുപാട് അടിക്കുക എന്ന് പറയുന്നത് ടോക്സിക് ആണ്. ലിമിറ്റ് ചെയ്യുക, അവരൊന്നും ചെയ്യാണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നാണ് ടോക്സിക് ആണ്. പക്ഷെ അതേ സ്വഭാവം കുട്ടികളെ സോപ്പ് ഇട്ടിട്ട് ലിമിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? സ്നേഹം കൊടുത്ത് ലിമിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് സ്നേഹിച്ചിട്ട് ഓവർ കെയർ കൊടുത്തിട്ട് കുട്ടികൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ലിമിറ്റേഷൻ നമ്മൾ ടോക്സിക് എന്നല്ല പറയേണ്ടത്. മനസ്സിലായോ? ഓക്കെ സാർ. അപ്പൊ നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇപ്പൊ അവര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ചീത്ത പറയരുത്, ഒരുപാട് തല്ലരുത് എന്നൊക്കെ ഇങ്ങനെ സാർ ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ അവരുടെ അടുത്ത് നമ്മളിപ്പോ ടോക്സിക് അല്ലാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം? അതെ, അതാണ് ശരിക്കും ആർട്ട് ഓഫ് പാരന്റിംഗിൽ കംപ്ലീറ്റ് പറയുന്നത്. ഓക്കെ, നമ്മൾ നമ്മളെ കോഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്ന പെരുമാറുന്നതാണ് നല്ലത്. അതാണ്. യെസ് യെസ്, കേട്ടില്ല ജസീന, കേട്ടില്ല. ഓക്കെ, എന്താണ് ക്ലിയർ ആവുന്നില്ല പറയുന്നത്. ഹലോ സാർ, കേട്ടു. ആ ഇത് കുറെ നമ്മളെ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നുന്നു അല്ലേ സർ? തീർച്ചയായിട്ടും. കാരണം ഇതാണ് ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ കുട്ടികളെ അടിക്കുക അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ ചീത്ത പറയുക, ശരിക്ക് ഇവിടൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുള്ളത് കേട്ടോ. നമ്മളിപ്പോ ഒരുപാട് ആളുകളെ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുറെ പുസ്തകങ്ങൾ വായിക്കുന്നു, ഇന്നത്തെ ഒരുപാട് പോഡ്കാസ്റ്റുകൾ കാണാറുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഓരോ ആളുകൾക്കും ഓരോ രീതിയിൽ അഭിപ്രായങ്ങളാണ് വരുന്നത്. ഒരുപാട് സ്റ്റഡീസ് അതിൽ വരുന്നുമുണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ നമ്മളുടെ എക്സ്പീരിയൻസും കൂടെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിലെ കുട്ടികളും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടുത്തെ കുട്ടികൾ മാനേജ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോ ഇപ്പൊ USA പോയി കഴിഞ്ഞാലും കാനഡയിൽ പോയാലും കുട്ടികളെ മാനേജ് ചെയ്യുന്നത് ഒക്കെ ഡിഫറെന്റ് ആണ്. കാരണം ഓരോ കൾച്ചറാണ്, ഓരോ ഡിഫറെന്റ് ഡൈവേഴ്സിഫൈഡ് ആയ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്പേസിൽ നിന്ന് കുട്ടികളെ എത്രത്തോളം നല്ല രീതിയിൽ വളർത്താൻ പറ്റുമോ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് മറ്റുള്ളവർ ഇപ്പൊ ഒരു USA നടന്നൊരു പഠനം വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ നാട്ടിലത്തെ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ ചില കാര്യങ്ങളിൽ ഒരു കാര്യം പറയുന്നു, അവിടെ അവയർനെസ് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ഒരു കുട്ടി ചെയ്ത തെറ്റാണെന്ന് പറയുന്നു, ആ തെറ്റിനെ ആദ്യം നമ്മൾ പണിഷ് ചെയ്യല്ല ചെയ്യേണ്ടത്, ആദ്യം ഒരു അവയർനെസ് ആണ് കൊടുക്കേണ്ടത്. പക്ഷെ ആ അവയർനെസ് കൊടുക്കുന്നതിലും കുട്ടി ചെയ്ത തെറ്റിന്റെ ഇന്റൻസിറ്റി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ ചെയ്ത തെറ്റ് വളരെ മോശമായ തെറ്റാണോ, അതിന് ചെറിയൊരു പണിഷ്മെന്റ് കൊടുത്തേ പറ്റൂ. ആ പണിഷ്മെന്റ് കുട്ടിക്ക് ഓർമ്മ വരണ രീതിയിലുള്ള പണിഷ്മെന്റ് ആയിരിക്കണം. അവിടെ നമ്മൾ മെന്റലി കുട്ടിയെ വല്ലാണ്ട് പീഡിപ്പിക്കാൻ പാടില്ല, ശാരീരികമായിട്ട് വല്ലാണ്ട് പീഡിപ്പിക്കാൻ പാടില്ല. പക്ഷെ ആ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു പണിഷ്മെന്റ് നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പൊ അവിടെ കുട്ടിക്ക് ഫീൽ ചെയ്യണം ആ വിഷയം എന്താ. അത് പാരന്റ്സിന് മാത്രമേ അറിയുള്ളൂ. ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്, ഓരോ പാരന്റും ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാനൊരു കുട്ടിക്ക് കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് കൊടുക്കേണ്ട പണിഷ്മെന്റ്, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവിടെ ബോധ്യം ഉണ്ടാവുന്നത് പാരന്റ്സിനാണ്. അപ്പൊ അവിടെ ആ ഇന്റൻസിറ്റി അനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതിനെ കൊണ്ടായിരിക്കില്ല നമ്മൾ പണിഷ്മെന്റ് കൊടുക്കേണ്ടത്. ആ തെറ്റിന്റെ ഇന്റൻസിറ്റി ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരാളെ പോയിട്ട് നെഞ്ചക്കിനെ കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി വേറെയാണ്, ആ തെറ്റിന്റെ ഇന്റൻസിറ്റി വേറെയാണ്. അതേപോലെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് ലേഡീസ് ടോയ്ലറ്റിൽ കയറിയിട്ട് ഓരോന്ന് ചെയ്തു വെച്ചു, അതിന്റെ ഇന്റൻസിറ്റി വേറെയാണ്. ഓക്കെ, അതേ കുട്ടി വേറൊരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഒരു കുട്ടിയോട് പ്രണയം പറഞ്ഞു, അതിന്റെ ഇന്റൻസിറ്റി വേറെയാണ്. അതേപോലെ തന്നെ ആ ഒരു കുട്ടി ടീച്ചറിനോട് തിരിച്ച് ചീത്ത പറഞ്ഞു, വഴക്കുണ്ടാക്കി, അതിന്റെ ഇന്റൻസിറ്റി വേറെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ തെറ്റുകൾക്ക് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. ഓരോ തെറ്റും ഓരോ ഇന്റൻസിറ്റിയിലുള്ള അവരുടെ മനസ്സിനെ അവരെ ഹേർട്ട് ചെയ്യുന്ന, അവരുടെ ലൈഫിനെ അവരെ സ്ട്രക്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഇന്റൻസിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. ആ നോക്കുന്നതിന്റെ ഓരോ ഇന്റൻസിറ്റിക്കും അനുസരിച്ചുള്ള തെറ്റുകൾക്കുള്ള ഓരോ സ്വഭാവത്തിലുള്ള പണിഷ്മെന്റ് കുട്ടികൾക്ക് കൊടുത്തേ പറ്റൂ. അത് കൊടുത്തേ, കാരണം ആ പണിഷ്മെന്റ് കുട്ടികൾക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ ഒരു പ്രചോദനമാവാത്ത തരത്തിലുള്ള ഒരു പണിഷ്മെന്റ് നമ്മൾ കൊടുക്കണം. അവിടെ നമ്മൾ കുട്ടിയെ വല്ലാണ്ട് പീഡിപ്പിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. കാരണം അത് ബോധ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അവിടെ ടോക്സിസിറ്റി അല്ല അത്. പക്ഷെ തെറ്റിനനുസരിച്ചായിരിക്കണം. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് ചെറിയ തെറ്റുകൾക്ക് വലിയ പണിഷ്മെന്റ് ആണ്. അത് ഭയങ്കര പ്രശ്നമാണ്. ചെറിയ തെറ്റുകൾ ചെറിയ പണിഷ്മെന്റ്, തെറ്റുകൾ ചെറുതും വലുതുമായിട്ടുള്ളത് കുട്ടികൾ നമ്മൾ കൃത്യമായി ക്ലാസിഫൈ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാൻ, തിരിച്ചറിവ് എന്ന് പറയാം. ആ തിരിച്ചറിവുകൾ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതനുസരിച്ച് കുട്ടികൾ അടിക്കരുതെന്നോ അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ചീത്ത പറയേണ്ടി വരും ചില സിറ്റുവേഷനിൽ. ചിലപ്പോൾ അത്തരം തെറ്റുകളായിരിക്കും ചെയ്തിട്ടുണ്ടാവാം.
ഇപ്പോ എന്താണ് നമുക്ക് ഒരുപാട് അനുഭവങ്ങളല്ലേ, എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോ ആ കുട്ടികളുടെ ലൈഫിന് പാരന്റ്സിന് ബന്ധമുണ്ടോ എന്നുള്ളൊരു സ്റ്റഡി നമുക്ക് നടത്തിയേ പറ്റൂ. ആ നടത്തിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനൊക്കെ ഒരു ഉത്തരം കിട്ടുക. അപ്പൊ പലപ്പോഴും ഇപ്പൊ എന്റെ ഫാമിലി ആയിക്കോട്ടെ, എന്റെ പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, നമ്മൾ വരുന്ന ക്ലയന്റുകളുടെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, പാരന്റ്സിന് നല്ലൊരു ശതമാനം ബന്ധമുണ്ട് കുട്ടികളുടെ മാറ്റത്തിന്. അപ്പോൾ എല്ലാ കേസുകളും, ഒരു കേസിൽ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല, എല്ലാ കേസിലും നമുക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ പാരന്റ്സിന് ഒരു ബന്ധം അതിലുണ്ട്. അപ്പൊ അവിടെ പാരന്റ്സിന്റെ ചേഞ്ച് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾക്ക് കൊടുക്കേണ്ട അവയർനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് പിന്നെ പണിഷ്മെന്റ് വരിക. അപ്പോ ഇപ്പൊ നമ്മൾ എടുത്ത് കേട്ടിരുന്നു, കുട്ടീനെ എത്രയോ, എന്റെ അടുത്ത് ഒരു കേസ് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 18 വയസ്സുള്ള കുട്ടിയാണ്, ചെക്കനാണ്. അപ്പോൾ മദർ ഇവിടെ വന്നിട്ട് ഈ സ്മോക്കിങ്, പുക വലിക്കാറുണ്ട്. അപ്പൊ കുട്ടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സ്മോക്ക് ചെയ്യാറുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് നിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു സിഗരറ്റ് തന്നെയാണോ വലിക്കുക. എനിക്ക് എന്തോ ഒരു സംശയം, കാരണം ഒരു സിഗരറ്റ് വലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ വന്നിട്ട് ഇങ്ങനെ ഒന്ന് പറയുന്ന ഒരു സംശയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു സിഗരറ്റ് തന്നെയാണോ വലിക്കുന്നത് ചോദിച്ചു. എന്താ വലിക്കുന്ന അറിയില്ല, എന്തോ ഒന്ന് വലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ അവന്റെ റൂമിലേക്ക് കയറാൻ പാടില്ല പോലും. അത് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുമ്പ് വന്നൊരു കേസാണ്. അപ്പോൾ ഒരു റൂമിലോട്ട് കയറാൻ പാടില്ല. അപ്പൊ റൂമിലോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി. ഇന്ന് നമ്മൾ ഒരുപാട് കേസ് അങ്ങനെ കണ്ടും ചെയ്തു. ഇന്നത്തെ വാർത്തകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. 5 വർഷമായിട്ട് വീട്ടിലോട്ട് റൂമിലോട്ട് കയറാൻ സമ്മതിച്ചിട്ടില്ല മാതാപിതാക്കളെ, എന്നിട്ട് അവസാനം മാതാപിതാക്കളെ തല്ലിക്കൊന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത നമ്മൾ കണ്ടു. അപ്പോൾ അതേപോലെ എനിക്ക് അന്ന് അങ്ങനത്തെ വാർത്തകളൊന്നും കേൾക്കാത്തതുകൊണ്ട് അത്രത്തോളം നമുക്ക് തോന്നിയില്ല. പക്ഷെ റൂമിലോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയപ്പോൾ ഇവൻ ഇല്ലാത്തൊരു സമയത്ത് അതിലൊന്ന് കയറി നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയ സമയത്ത് ഉമ്മാക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി. പക്ഷെ ഉമ്മാക്ക് പാവം അതിന് അറിഞ്ഞുകൊടുത്തത് എന്താന്നുള്ളത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് കഞ്ചാവാണ്. ആ കഞ്ചാവാണെന്ന് പറഞ്ഞപ്പോഴേക്കിന് ഞാനത് ഡയറക്ട്ലി അത് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട പണി അതിനെ അവയർനെസ് കൊടുക്കാൻ പറ്റുമെന്നുള്ള. പക്ഷെ ഇവൻ ഭയങ്കര അഡിക്റ്റഡ് ആണ്, ഭയങ്കര പല തരത്തിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാക്സിമം ഒരു ഓപ്ഷൻ ഉള്ളത് ഇത് ലീഗലി മൂവ് ചെയ്യുക എന്നുള്ളതാണ്. മകനാന്ന് നോക്കാൻ പറ്റൂല, കാരണം ഇതിനെ ഒരിക്കലും ആ ഉമ്മക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ആ സ്റ്റേജ് വിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ആ ഉമ്മ കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ പറഞ്ഞ പണികൾ ചിലപ്പോൾ തിരിച്ചു കിട്ടും. കാരണം ഉമ്മാനെ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു സാധനം മാറ്റി വെക്കേ. അപ്പൊ ഉമ്മക്ക് അറിഞ്ഞുവിടുന്നത് എന്താ ചെയ്യുന്നത്. അപ്പൊ ഉമ്മ എന്ത് ചെയ്യും, ഈ സാധനം എടുത്ത് മാറ്റി വെക്കുക ഇടക്ക്. അപ്പൊ മകൻ വല്ലാണ്ട് വയലന്റ് ആവും, രാത്രി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടും, രാത്രി വന്നിട്ട് ഈ റൂമിലോട്ട് കയറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനെ ചില ചീത്ത പറയും, ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ട് പോകും. അപ്പൊ ഇതൊക്കെ കുറെ കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ലീഗലി മൂവ് ചെയ്യുക, ഇല്ലാണ്ട് ഇത് മുന്നോട്ട് പോകരുതാണ്. കാരണം അവിടെ ആ ഇന്റൻസിറ്റി അത്രയും ഹൈ ആണ്. ഇനി അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, ലീഗലി മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് വിട്ടത്, പിന്നെ എന്ത് സംഭവിച്ചു എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ചില തെറ്റുകൾ നമ്മൾ കാണുമ്പോൾ അതിനനുസരിച്ചുള്ള പണിഷ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ. മക്കളാണെന്ന് പറഞ്ഞിട്ട് എല്ലാം പോയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പോകാൻ പാടില്ല നമ്മൾ. പക്ഷെ സർ, മക്കൾ അങ്ങനെ അതിലേക്ക് എത്തുന്നത് ഒരു ശ്രദ്ധ കിട്ടാത്തത് കൊണ്ടായിരിക്കൂലേ? തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷെ എത്തിപ്പോയ മക്കളടുത്ത് നമ്മൾ ആ സമയത്ത് പോയിട്ട് അവയർനെസ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ കഞ്ചാവും ഇപ്പൊ കൊക്കൈനൊക്കെ യൂസ് ചെയ്തുകൊണ്ടൊക്കെ കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. അത് നമ്മൾ കാണുന്നില്ല, നമ്മൾ കുറെ കണ്ടില്ല അതിന്റെ. അപ്പൊ അവിടെ ലീഗലി മൂവ് ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക്. അത് അവയർനെസ് കൊടുക്കാൻ പോയവരൊക്കെ വെട്ടിക്കുശന്നല്ലേ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഹലോ സർ. യെസ് ഹലോ സർ, ആദിത്യയാണ്, തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. സാറിന്റെ ക്ലാസ് എനിക്ക് ഫുള്ള് കേൾക്കാൻ പറ്റിയില്ല, ഞാൻ ലാസ്റ്റ് ടൈമിൽ ജോയിൻ ചെയ്ത് വേറൊരു മീറ്റിംഗ് ആയി പോയി. സാർ ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോന്ന് അറിയില്ല, ഒരു ഡൗട്ടായിരുന്നേ. നമ്മൾ ഈ പാരന്റിംഗിലെ അവയർനെസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കുന്നതും അവരുടെ ഏജുമായിട്ട് എന്തെങ്കിലും റിലേഷൻസ് സാറിന്റെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോ ഒരു +2 ഉള്ള ഒരാളെ അവരുടെ ഇഷ്യൂ കറക്റ്റ് ചെയ്യുന്നതും അത് ഒരു ഏർലി സ്റ്റേജിൽ കറക്റ്റ് ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഏജസ് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇതിനെക്കുറിച്ച്? ഓരോ മെത്തേഡുകളാണ്. അതായത് ഇപ്പൊ നമ്മൾക്ക് ഒരു 10 വയസ്സിലുള്ള കുട്ടീന്റെ ഉള്ളിൽ നമ്മൾക്ക് ഇപ്പൊ ഞാൻ പലപ്പോഴും ഒരു 7 വയസ്സ് വരെ, 7 വയസ്സിന്റെ മേലേക്കുള്ള കുട്ടികളോട് ഞാൻ സംസാരിക്കാറുണ്ട്. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ജസ്റ്റ് എന്താന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നല്ലാണ്ട് പാരന്റ്സിനോട് തന്നെയാണ് അതിന്റെ ഡീറ്റെയിലിംഗ് ചെയ്യാറുള്ളത്, പാരന്റ്സിനെ തന്നെയാണ് ചേഞ്ച് ചെയ്യാറുള്ളത്, പാരന്റ്സിനോട് തന്നെയാണ് കുട്ടിയെ മാറ്റാറുള്ളത്. ഒരു 7 വയസ്സ് 8 വയസ്സിന്റെ മേലോട്ടുള്ള അല്ലെങ്കിൽ 10 വയസ്സിന്റെ മേലോട്ടുള്ള കുട്ടികളൊക്കെ നമുക്ക് ഡയറക്ട്ലി മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓരോ മെത്തേഡാണ്. കാരണം ഒരു +2 പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, 9th പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, ഇനിയിപ്പോ ഒരു 20-25 വയസ്സായ ഒരാളായിക്കോട്ടെ, അഡൽട്ട് ആയിക്കോട്ടെ, ഇവിടെ ഒക്കെ നമുക്ക് ഓരോ ആളുകളെ നാച്ചുറിനനുസരിച്ചായിരിക്കണം നമ്മുടെ സിസ്റ്റം വരേണ്ടത്, നമ്മുടെ സംസാരം വരേണ്ടത്. നമ്മുടെ സംസാരത്തിന്റെ രീതി, ശൈലികളാണ് കുട്ടികളിലേക്ക് ഡിഫറൻസ് വരുന്നത്, മെത്തേഡുകളല്ല. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന രീതികൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടണം, അവർക്ക് നമ്മൾ ട്രസ്റ്റ് വരണം. അപ്പൊ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു പണി.
അപ്പോൾ ചില കേസുകൾ, വളരെ ചെറിയ കേസുകളിലൊക്കെ നമുക്ക് കുട്ടികൾ കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. ഭയങ്കരമായ ഡിപ്രസ്ഡ് ആയിട്ടുള്ള, ഭയങ്കരമായ ഒരു ഒരു എന്താണ് പറയുക, ഒരു മാനിയാക്കുള്ള കുട്ടികളുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ, സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തേണ്ട ചില കുട്ടികളിൽ ഒഴിച്ച് ബാക്കി എല്ലാതും നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ശൈലി അനുസരിച്ചിരിക്കും അവരുടെ നമ്മളോടുള്ള കോപ്പറേഷനും അവർ നമ്മൾ സ്നേഹിക്കുന്നതും. കാരണം അവർക്ക് നമ്മളെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിനാണ് ഞാൻ ആദ്യം ചെയ്യുന്ന പണി. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന അവരോട് സംസാരിച്ച് അവരോട് ഫ്രണ്ട്ലി ആയിട്ട് അത് നമ്മുടെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കില്ല. ഫസ്റ്റ് ഡേ ഒരു കാഷ്വൽ ടോക്ക് കൊടുത്ത് ആ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സെഷൻ അവർ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വരണം. അങ്ങനെ 2-3 സെഷൻ അവർ ഇഷ്ടപ്പെട്ട് വന്ന് അവരിലേക്ക് പിന്നെ നമ്മളിങ്ങനെ അവർ പോലും അറിയാണ്ട് അവരുടെ ലൈഫിലേക്ക് നമ്മളിങ്ങനെ എൻ്റർ ആയി തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന പണികൾ. അപ്പൊ അവിടെയാണ് എനിക്ക് റീപ്രോഗ്രാമിംഗൊക്കെ നല്ല മാറ്റങ്ങൾ കിട്ടാറുള്ളത്. നേരെ മറിച്ച് ഇപ്പൊ ഒരു പാരന്റും കുട്ടിയുണ്ട്. ഈ കുട്ടിയെ പറ്റി പാരന്റിനോട് ചോദിക്കുമ്പോൾ പാരന്റ് ഒരുപാട് നെഗറ്റീവ്സ് പറയും. ഈ കുട്ടിക്ക് അത് ഭയങ്കര നെഗറ്റീവാ ശരിക്കും. അപ്പൊ കുട്ടിനെ കുറിച്ച് പാരന്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കുട്ടിനെ നേരെ മാറ്റി നിർത്തും, പാരന്റിനോട് ആദ്യം സംസാരിക്കും. അപ്പൊ അല്ലെങ്കിൽ പാരന്റിന് ആദ്യം വരാൻ പറയും, ഞാൻ കുട്ടീനെയും കുട്ടി വരാണ്ട് ഒറ്റയ്ക്ക് വരാൻ പറയും, എന്നിട്ട് സംസാരിക്കും. എന്നിട്ട് ഇച്ചിരി ബോധമുള്ള കുട്ടിയാണെങ്കിൽ, കാരണം കുട്ടി പുറത്തിരിക്കുമ്പോൾ പാരന്റ് കുറെ മോശം പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ധാരണയിലായിരിക്കും കുട്ടി പിന്നെ വരിക. അപ്പൊ കുട്ടിയുടെ ഒരു ജഡ്ജ്മെന്റൽ തിയറി ഉണ്ടാവും, പ്രജുഡൈസ് മൈൻഡ് ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ ലോക്ക് ചെയ്യണം. കാരണം അവര് ഫാമിലിയിൽ നിന്ന് എങ്ങനെയായിരിക്കും അവർ കുട്ടി വളർന്നിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. അതിനനുസരിച്ച് കുട്ടിയുടെ എല്ലാ നാച്ചറും പഠിച്ചതിന് ശേഷമാണ് ഞാൻ കുട്ടിയിലേക്ക് എൻ്റർ ചെയ്യാറുള്ളത്. അല്ലാണ്ട് ഡയറക്ട്ലി കുട്ടിയിലേക്ക് ഞാൻ എൻ്റർ ചെയ്യാറില്ല. ചോദ്യത്തിന് ഉത്തരമായോ? മനസ്സിലായോ? ഹലോ ആദിത്യ, ആള് പോയോ? ക്ലിയർ ആണ്. ഞാൻ മെസ്സേജ് ഇട്ടതായിരുന്നു, ക്ലിയർ ആയിരുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ അതിൽ ചെയ്യാനുള്ളത്. നമുക്ക് ഏതാ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഓരോ കുട്ടികളും ഓരോ പ്രകൃതമായി ഉണ്ടാവും, നാച്ചുറൽ ആയിരിക്കും. നാച്ചുറിനനുസരിച്ച് നമ്മൾ മാറണം. നമ്മൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മളിലേക്ക് ഉണ്ടാക്കണം. ഈ ഒരു ആസ് എ കൗൺസിലർ, ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സിസ്റ്റത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കുക, ചൈൽഡ് സൈക്കോളജി മാത്രം പോരാ, ഒരു സ്പിരിച്വൽ ലെയറും കൂടെ വേണമെന്ന് ഞാൻ പറയുന്നത്. ഒരു സ്പിരിച്വൽ ഷീത്ത് ഉണ്ട് നമുക്ക്. നമുക്ക് ഒരുപാട് ഷീത്തുകളുണ്ട്. നമുക്കൊരു വിസ്ഡം ഷീത്ത് ഉണ്ട്, ഒരു സ്പിരിച്വൽ ഷീത്ത് ഉണ്ട്, ഒരു സോഷ്യൽ ഷീത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ഷീത്ത് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇമോഷണൽ ഷീത്ത് ഉണ്ട്. 5 ലെയേഴ്സ് നമുക്കുണ്ട്. ഈ 5 ലെയേഴ്സിലും നമ്മൾ കൃത്യമായി കൺവിൻസ്ഡ് ആയിരിക്കണം. നമുക്ക് അതിന് ഓരോ ലെയറിന് കൃത്യമായി ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ മറ്റൊരാളുടെ ഇമോഷണൽ ലെയർ എങ്ങനെയാണെന്നുള്ളതും ആ ഇമോഷണൽ ലെയറിനനുസരിച്ച് നമ്മളെ ഇമോഷണൽ ലെയറിന് മാറ്റിയിട്ട് അവരായിട്ട് നമുക്ക് സംസാരിക്കാനും അവരെ കൺവിൻസ് ചെയ്ത് കൊടുക്കാനും നമുക്ക് ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് മറ്റൊരാളെ കൺവിൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ആ കൺവിൻസിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അയാൾക്ക് മനസ്സിലാവണം, നമ്മൾ ഉദ്ദേശിച്ചത് പോലെ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ മലയാളം അറിഞ്ഞാൽ മതി. പക്ഷെ ഞാൻ പറയുന്ന കാര്യം അതുപോലെ അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അയാളുടെ വൈബിനനുസരിച്ച് എനിക്ക് സംസാരിക്കാനും ആ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും എനിക്ക് പറ്റണം. അത് കുട്ടികളോട് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുന്നത്. സർ, ഞാൻ ഒരു എൽഡി മാനേജറാണ്. അപ്പോ ഇത്തരത്തില് കുട്ടികൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് പാരന്റ്സ് ഉണ്ടാകുമ്പോൾ അവർ അത്രയും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നാറില്ല. പാരന്റ്സ് ഇല്ലാണ്ടായി പിന്നെ 2-3 സെഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് അവരൊന്ന് ഓപ്പൺ ആയി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരാറ്. കാരണം അവർക്ക് ചില പാരന്റ്സിനെ കുറിച്ച് പറയുന്നത് ചീത്ത സ്വഭാവമാണ് എന്നത് ഇൻജെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യും. ഒരു 4-5 സെഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് അവരുടെ കഥകൾ അവർ പറഞ്ഞിട്ട് വരാറ്. അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് അത്. ഞാനതാ ഞാൻ പറഞ്ഞത്, കുട്ടികളെ പറ്റി പാരന്റ്സ് ഒരിക്കലും ആ രീതിയിൽ സംസാരിക്കാൻ പാടേയില്ല. അപ്പൊ അവർക്ക് പറയണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ബോധ്യം ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികളെ കൂട്ടാണ്ട് അവരാദ്യം വരും, പാരന്റ്സ് ആദ്യം വരും, എന്നിട്ട് കുട്ടികളെ പറ്റി ഫുൾ ഡീറ്റെയിലിംഗ് തരും. എന്നിട്ട് പിന്നെയാണ് കുട്ടീനെയും കൊണ്ടുവരിക. അല്ലെങ്കിൽ അവർ ആദ്യം കോൾ ചെയ്യും, വിളിക്കും, എന്നിട്ട് ഫുൾ ഡീറ്റെയിൽ പറയും. എന്നിട്ടാണ് കുട്ടിയെ ഓൺലൈൻ കൗൺസിലിംഗ് ഒക്കെ ആണെങ്കിൽ ചെയ്യുന്നത്. ചില ആളുകൾ അതൊന്നും ശ്രദ്ധിക്കില്ല. കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങ് പറഞ്ഞു തുടങ്ങും, ഒരറ്റത്തു നിന്ന് അങ്ങ് തുടങ്ങും. പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ചില സമയത്ത് ഇങ്ങനെ കുട്ടിയുടെ മുഖത്തന്നെ നോക്കും, എനിക്ക് മനസ്സിലാവും ഇതിന്റെ എഫക്ട് എന്താന്നുള്ളത്. ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അവരെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ നേരെ ഈ പാരന്റിനെ ഞാൻ ഇവിടുന്ന് കളയും. എന്നിട്ട് കുട്ടിയോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കും. കാരണം പിന്നെ പാരന്റിലേക്ക് ഡയറക്റ്റ് സംസാരിച്ചാൽ കുട്ടിക്ക് ഒരിക്കലും എന്നോട് ട്രസ്റ്റ് ഫീൽ ചെയ്യില്ല. അപ്പൊ തന്നെ പാരന്റിനെ എടുത്ത് കളയും. എന്നിട്ട് ഞാൻ ചോദിക്കും,
ഞാൻ ഇതേപോലെ തന്നെ ചില സമയത്ത് കുട്ടിനെ കംഫർട്ട് ചെയ്യാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പൊ പാരന്റ് നിന്നെ പറ്റി ഒരുപാട് പറഞ്ഞല്ലോ, നിനക്ക് പാരന്റ്സിനെ പറ്റി എന്താ പറയാനുള്ളത് ചോദിക്കും. അപ്പൊ അവരും പാരന്റ്സിന്റെ കുറ്റങ്ങൾ കുറെ പറയും. അപ്പൊ അവർ കുറച്ചൊന്ന് കംഫർട്ട് ആവും. എന്നിട്ട് പാരന്റ്സിനെ പുറത്താക്കിയിട്ട് പിന്നെ അവരോട് സംസാരിച്ചോളും. അവർക്ക് എങ്ങനെയെങ്കിലും നമ്മളെ ട്രസ്റ്റ് ആദ്യം ബിൽഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് മെല്ലെ 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 അവരെ അവെയർ ആക്കി കൊണ്ടുവരാൻ പറ്റും. ഹലോ സർ. സർ ഇപ്പൊ Yes. പണിഷ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? ഉം. ഇപ്പൊ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുമ്പം ഒരിക്കലും അവരെ മെന്റലി ഓർ ഫിസിക്കലി ഡൗൺ ആക്കാത്ത രീതിയിൽ കൊടുക്കണം. ഉം. അതിന് എക്സാമ്പിൾ എങ്ങനെ, ഏത് രീതിയിലുള്ള പണിഷ്മെന്റ്, ഏതൊരു അത് ഏജിലാണെങ്കിലും? ഓരോ ഏജിലും ഡിഫറെന്റ് ആയിരിക്കും നമുക്ക്. അത് ചില കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിൾ. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തടയുന്നതാകാം. അവർക്കിപ്പോ നമ്മളിപ്പോ അവരെ ഈ എന്റർടൈൻമെന്റ് നമുക്ക് തടയാം ചില കാര്യങ്ങളിൽ. അല്ലെങ്കിൽ ചിലപ്പോ ചില കേസുകളിൽ ഇപ്പൊ ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ നീ ഈ ഒരു സാധനം ചെയ്തുകൊണ്ട് നീ കുറച്ച് ദിവസത്തേക്ക് ഇത് ഉണ്ടാവില്ല എന്നൊക്കെ പറയാം. അപ്പൊ ഒരു നമുക്ക് ഇന്റൻസിറ്റി കൂടിയ ഒരു തെറ്റാണെങ്കിൽ ഒരു ഇന്റൻസിറ്റി ഭയങ്കര കൂടിയ തെറ്റാണെങ്കിൽ നമ്മൾ പണിഷ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അടിക്കൊക്കെ വേണ്ടി വരും. അടി തന്നെ ഇവിടെ. അപ്പൊ ഇന്റൻസിറ്റി കൂടിയതാണെങ്കിൽ ഞാൻ അടിക്കണം തന്നെ പറയാറുള്ളത്. കാരണം അടിച്ചു വളർത്തി എന്നുള്ളതിനെ കൊണ്ട് ഏത് തെറ്റിനനുസരിച്ച് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ഉണ്ടാവും. അത് നമുക്ക് ശ്രദ്ധിക്കാൻ വേണം. അത് അങ്ങനത്തെ തെറ്റുകൾ കുട്ടിയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് അവയർനെസ് ആദ്യം കൊടുക്കണം നമുക്ക് ആ കുട്ടിയിലേക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും, ഞാൻ അടിക്കാം, പക്ഷെ അടി കഴിഞ്ഞിട്ടുള്ള സ്നേഹം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പണിഷ് ചെയ്യണം, പക്ഷെ പണിഷ്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടിയെ സ്നേഹിക്കാൻ, നമുക്ക് അതിനെ കവർ ചെയ്തിട്ട് കുട്ടിയെ അവയർനെസ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ആ ഒരു ഫ്രീഡം മക്കളായിട്ട് ഉണ്ടായിരിക്കണം, എന്നാലേ അടിക്കാൻ പാടുള്ളൂ. ആ ഒരു ഫ്രീഡം കുട്ടികളിൽ ഇല്ലെങ്കിൽ പിന്നെ അടിച്ചിട്ട് കാര്യമില്ല. അത് നെഗറ്റീവായിട്ടേ വരുള്ളൂ. ആ കുട്ടി ഇന്റൻസിറ്റി ഒന്നും, ആ തെറ്റിന്റെ ഇന്റൻസിറ്റി നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾ എപ്പോഴും പറയാമല്ലോ, കുട്ടി ഇപ്പൊ ടീച്ചർ തല്ലി കഴിഞ്ഞാല് കുട്ടികൾ കരയും. പക്ഷെ എന്നാലും കുട്ടികൾ ഇപ്പൊ നമ്മളും കുറെ ടീച്ചർമാരെ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഭയങ്കര വാശി വെച്ചിട്ടൊന്നും ഇരിക്കില്ല. പക്ഷെ വീട്ടിൽ ഓൾറെഡി ഇവര് നമ്മളെ നോക്കുന്നില്ല, മര്യാദയ്ക്ക് ഒരു സമയം തരുന്നില്ല, പറഞ്ഞതൊന്നും ചെയ്തു തരുന്നില്ല. പിന്നെ അടിക്കാൻ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കുള്ള ഒരു ക്വാളിറ്റി ടൈം തരുന്നു, നമ്മളൊരു ഇമോഷണൽ ഫ്രീഡം ഉണ്ടാക്കി തരുന്നുണ്ട്, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഒരു ഗിൽറ്റ് വരും, എന്നെ അടിച്ചാലും കുഴപ്പമില്ല, അടിച്ചിട്ടെങ്കിൽ അവരെ ദേഷ്യം മാറിക്കോട്ടെ നമുക്ക് തോന്നണം. അപ്പൊ അവർ നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് അതിൽ അതോടെ നമുക്ക് തീരെ ചെയ്യാം. ഞാനൊക്കെ പല കുരുത്തക്കേടും ചെയ്യുന്ന സമയത്ത് എന്റെ ഫാദർ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. കാരണം അടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ എന്ന് ഞാൻ ആലോചിക്കാം. ഒരു അടി കിട്ടിയാൽ നമുക്ക് അത്രയും സമാധാനമാണ്. കാരണം അതോടെ ഫാദറിന്റെ ദേഷ്യം അങ്ങ് മാറിയല്ലോ, ആ ഒരു പ്രശ്നങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കാനും വരും. അപ്പൊ നമുക്കത് അറിയാം. അപ്പൊ കുറെ അടി കിട്ടിയിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ആ അടിയൊന്നും മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കില്ല. പക്ഷെ നേരെ മറിച്ച് ആ ഒരു സ്നേഹവും ഇല്ല, ആ ഒരു ഫ്രീഡം ഇല്ല, ഇമോഷണൽ ഫ്രീഡം ഇല്ല, എന്തും പറയാനോ എന്തോ ആക്കാനോ പറ്റൂല. അപ്പൊ ആദ്യം ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാ ചെയ്തതെന്ന് ചോദിക്കും. എന്തിനാ ചെയ്തത്, അത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഇപ്പൊ മിക്കവാറും സ്കൂളിലുള്ള ചെറിയ അടിപിടി പരിപാടികളൊക്കെ തന്നെയാണ് മിക്കവാറും ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് ഉണ്ടാവുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏട്ടനനിയത്തിമാരോ പരിപാടികളോ അതിന്റെ ഉള്ളിലൊക്കെയുള്ള അടികളുണ്ടാവുക. അപ്പൊ അതൊക്കെ ആദ്യം ഇതാരാ തുടങ്ങി വെച്ചത് ചോദിക്കും, ആരാ ചെയ്തതെന്ന് ചോദിക്കും, അപ്പൊ ഇതെന്തിനാ ചെയ്തതെന്ന് ചോദിക്കും. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ആദ്യം. ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടി അതിന് കൃത്യമായ ജഡ്ജ്മെന്റിലൊക്കെ ഉണ്ടാവും. ആ ജഡ്ജ്മെന്റിന് ശേഷമാണ് പണിഷ്മെന്റ്. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് എന്റെ ഫാദർ എനിക്ക് തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും ആരോടും ഒരു കാര്യം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും, നീ എന്തിനാ ചെയ്തത്? ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ആദ്യം ആ ചോദ്യമൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് പണിഷ്മെന്റ് കൊടുക്കുക. കാരണം അവിടെ പണിഷ്മെന്റ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്, എന്തായാലും കിട്ടും. അപ്പൊ അതിന് എന്തായാലും ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി, അപ്പൊ ഒരു ഇമോഷണൽ ഫ്രീഡം ഉണ്ട്. അപ്പൊ ഫാദർ വരട്ടെ, ഞാൻ പറഞ്ഞോളാം, എനിക്ക് പറയാൻ പറ്റുമോടെ. അപ്പൊ ഇവിടെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തെറ്റ് കുട്ടി ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സിസ്റ്റം അവിടെ ഉണ്ട്, ജഡ്ജ്മെന്റ്. അപ്പൊ നമ്മൾ ആർട്ട് ഓഫ് പാരന്റിങ്ങിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. ആ തെറ്റ് ചെയ്തു എന്നുള്ള തെളിവുകൾ ഉണ്ടായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് കുട്ടീനെ മേലേക്ക് കയറാൻ പാടില്ല. അപ്പൊ ഇവിടൊക്കെ ആ ഒരു പാരന്റിന്റെ ബോധ്യം ഉണ്ടായിരിക്കണം. കുട്ടിയെ പണിഷ്മെന്റ് ചെയ്യാന്ന് പറയുന്ന ഒരുപാട് ഇത് തന്നെ, അതന്നെ നമുക്കൊരു സെഷനായിട്ട് എടുക്കണം. നമ്മൾ ഈ ചെറിയൊരു വാക്കിൽ പറഞ്ഞാൽ കഴിയൂല. അപ്പൊ അത്രയും കുട്ടിക്ക് ഒരു ഇമോഷണൽ ഫ്രീഡം കൊടുത്തിട്ട് കുട്ടിക്ക് ഒരു ഫ്രീഡം ഉണ്ട് എന്തും ചെയ്യാൻ. കുട്ടിയും ഫാദറും തമ്മിൽ, കുട്ടിയും മദറും തമ്മിൽ ആ ഒരു ഫ്രീഡം ഉള്ള സിറ്റുവേഷനിലാണ് നമുക്ക് കുട്ടികളെ പണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് പണിഷ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, താങ്ക് യു സർ. ഹലോ സർ, ഗുഡ് ഈവനിങ്. സർ, എന്റെ പേര് സൗമ്യ എന്നാണ്, ആലുവയെന്നാണ്. ഓക്കെ സാർ, ഇപ്പോ കുട്ടിയും പാരന്റും തമ്മിലുള്ള കേസൊക്കെ നമ്മളോട് പറഞ്ഞു തന്നു. പക്ഷെ നമുക്ക് കുട്ടിയെ ചിലപ്പോ കുറച്ച് മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ കുട്ടി ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ വീട്ടിൽ ഏത് നേരം ബ്ലെയിം ചെയ്ത് ആ കുഞ്ഞിനെ കട്ടാക്കാൻ പോയി. സോറി, ഒരു കോള് വന്നിട്ട് കട്ടാക്കാൻ പോയതാണ്. സോറി, ഞാൻ പറയാം സർ.
അപ്പൊ നമ്മൾ കുട്ടീനെ നമ്മൾ തിരിച്ച്, അതായത് ഇപ്പൊ പാരന്റ് ഏത് നേരം ഇങ്ങനെ കുഞ്ഞ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്യുമല്ലോ. അപ്പോ അവർക്കും സാധാരണ ഒരു പാരന്റിന്റെ അടുത്ത് ഒരു ദേഷ്യം ഉണ്ടാവും. എന്റെ അച്ഛൻ മാത്രം ഇങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ അമ്മ മാത്രം ഇങ്ങനെ സംസാരിക്കുന്നു, ബാക്കി എല്ലാ കുട്ടികളുടെ പാരന്റ്സിനും എത്ര മാർക്ക് കുറഞ്ഞാലോ കാര്യങ്ങൾക്കോ ഒന്നും വഴക്ക് പറയുന്നില്ല, മോൻ അടുത്ത പ്രാവശ്യം നോക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം വരുന്നതോറും മാർക്ക് കൂടുതൽ മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്താലും ഒരു അപ്രീസിയേഷൻ കാര്യങ്ങളൊന്നുമില്ല. പണ്ട് അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇത് വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ പാരന്റ് ഒരു ടോക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പോ നമ്മൾ പാരന്റിനോട് എത്ര പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പാരന്റ് ഒരു എന്താ പറയാ, കുട്ടിക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല എങ്കിൽ ആ കുഞ്ഞ് വലുതായി വരുന്തോറും ആ ഒരു ദേഷ്യം ഉള്ളിലുണ്ടാകും. അപ്പൊ നമ്മൾ എങ്ങനെ പാരന്റിനെ നമ്മുടെ ഒരു പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു കൊണ്ടുവരും എന്നാണ് ചോദ്യം എന്റെ. അതായത് ഏജ് ആയി വരുന്തോറും ഈ പാരന്റ്സ് നമ്മളോട് അത് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യും. മോൻ വലുതായി എന്ന് കഴിഞ്ഞാൽ കൂടിയും അവര് ആ ഒരു പഴയ കണ്ടീഷൻ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാം? പാരന്റ്സിനെ എങ്ങനെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ പറ്റും? അതായത് ഒരു ദേഷ്യപ്പെട്ട ഒരു പാരന്റ് ആണ്, അതായത് ജോലി സ്ട്രെസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാകാം. പക്ഷെ ഞാൻ കുടുംബം നോക്കുന്നു, ഞാൻ ജീവിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്നു, ഞാൻ ചെലവ് ചെയ്യിക്കുന്നു എന്നൊക്കെ രീതിയിൽ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് എങ്ങനെ അതൊരു ഇതിലേക്ക് അവരെ തമ്മിൽ നടിപ്പിക്കാൻ പറ്റും? എന്താണ് ചോദ്യം മനസ്സിലായി, പക്ഷെ ഉത്തരം വലിയ ഉത്തരമായതുകൊണ്ട് അതിന് ഈ നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? ഇല്ല, ഞാൻ ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ കേട്ട് തുടങ്ങിയിട്ട് ഓരോ ക്ലാസ്സുകളൊക്കെ ആയിട്ട്. കഴിഞ്ഞ ദിവസമൊക്കെ സൈക്കോതെറാപ്പി ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ, റുട്ടീൻ ആയി വരുന്നേ ഉള്ളൂ. ഇതിന് മുമ്പ് എന്റെ ക്ലാസ്സുകൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഒരു തവണ, ഇപ്പഴല്ല, കുറച്ച് മുന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ. അത്രയൊന്നും ഓർമ്മ വരുന്നില്ല സാറേ, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കേൾക്കുന്നോണ്ടേ നമുക്ക് അങ്ങനെ. ഞാൻ ജസ്റ്റ് ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് ഇതിന്റെ ഉത്തരം എന്താണ്, ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഉണ്ട് നമുക്ക് കുറച്ച്. അത് ഞാൻ തുടക്കത്തിൽ കുറെ സ്ഥിരമായിട്ട് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാനത് പറയാത്തതെന്ന് വെച്ചാല് എല്ലാ ക്ലാസ്സിലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരെ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോ ഇവിടെ ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യൻ എന്നുള്ളതിൽ ഞാൻ പറയാം, നമുക്കൊരു സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ചേഞ്ച് വരണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ കുട്ടീനെ ഒരു തെറ്റ് കാണുന്നു, പാരന്റിനോട് അത് തിരുത്താൻ പറയുന്നു, പാരന്റ് അത് തിരുത്തുന്നില്ല. അപ്പൊ പാരന്റ് തിരുത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പാരന്റിന് കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല, കുട്ടി വളരുന്നതോറും പിന്നെ പ്രശ്നങ്ങൾ തന്നെ വരുന്നത്. എത്ര സജഷൻ കൊടുത്തിട്ടും പാരന്റിന് അത് മാറ്റാൻ പറ്റാത്തതിന്റെ കാരണം, പാരന്റിനെ സംബന്ധിച്ചിടത്തോളം പാരന്റിനെ ഹീൽ ചെയ്യാത്ത കുറെ വൂണ്ടുകൾ അതിലുണ്ടാവും, അവർക്കുണ്ടാവും അവരുടെ ലൈഫിൽ. അപ്പോ അവരുടെ ഹീലിംഗ് ആണ് ഇവിടെ പ്രയോറിറ്റി, കുട്ടിയുടെ ഹീലിംഗ്. അപ്പൊ അവരെ ഹീൽ ചെയ്യിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നൊരു പണി. അതായത് അവരുടെ ഒരു മെയിൻ കോൺസെപ്റ്റുകളുണ്ട്. നമ്മുടെ ഇന്റൻഷൻ, ദ പവർ ഓഫ് ഇന്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങളുടെ ക്ലാരിറ്റി കൊടുക്കുക. ദ പർപ്പസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഉദ്ദേശങ്ങൾ, പർപ്പസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, എന്ത് തരത്തിലെ ജീവിതമാണ് നമുക്ക് വേണ്ടത്, മക്കളെ നമ്മൾ എങ്ങനെയാണ് വളരേണ്ടത്, കുട്ടിയെ വളരുന്ന സമയത്ത് എന്തൊക്കെ സാഹചര്യങ്ങളാണ് കൊടുക്കേണ്ടത്, ഇതിനൊക്കെ വാല്യൂസ് പാരന്റ്സിന് കൊടുക്കണം. അപ്പൊ ഇതിന്റെ വാല്യൂസ് അവർക്ക് കിട്ടിയിട്ടില്ല സത്യത്തിൽ. അതായത് ആ പാരന്റിന് കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഒരു പാരന്റിങ് തുടങ്ങുന്നത് നമുക്കൊരു കുട്ടി ഉണ്ടാവുന്ന സമയത്തല്ല, നമ്മൾ കുട്ടികളായിട്ട് വളരുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഒരു പാരന്റിങ് ഉണ്ട് എന്നാണ്. അതായത് നമ്മുടെ അച്ഛനും അമ്മയും നമുക്കൊരു പാരന്റിങ് സ്റ്റൈൽ തന്നിട്ടുണ്ട്. ആ പാരന്റിങ് സ്റ്റൈൽ നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ പാരന്റിങ്, അതാണ് നമ്മുടെ ചൈൽഡിന്റെ പാരന്റിങ്. അപ്പൊ ഈ പാരന്റിങ്ങിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് പാരന്റിങ് കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ആ പാരന്റിങ്ങിൽ എന്തൊക്കെ വൂണ്ടുകളുണ്ടോ, എന്തൊക്കെ തെറ്റുകളുണ്ടോ, അത് വേറൊരാൾ സജഷൻ തന്നാൽ മാറുന്ന ഒരു സാധനമല്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ പാരന്റിങ് ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു പരാതിയാണ്, ഞാൻ കുറെ ജെന്റിൽ പാരന്റിങ് ഒക്കെ ചെയ്തു നോക്കി, പക്ഷെ എന്നാലും ഇടയ്ക്ക് സമയത്ത് വല്ലാണ്ട് ഞാനത് പൊട്ടിത്തെറിക്കും, വല്ലാണ്ട് ഞാനങ്ങ് ദേഷ്യപ്പിടിക്കും, ഇങ്ങനെയൊക്കെ ചില ആളുകൾ പാരന്റ്സ് തന്നെ പറയും. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാൽ അവർ ഉള്ളിൽ ഓൾറെഡി ഉള്ള ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു പാരന്റിങ് ഉണ്ട്. അത് ഇടയ്ക്ക് പുറത്തു വരുന്നതാണ്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ പുതിയ പാരന്റിങ് വന്നു, പഴയ അവരുടെ പാരന്റിങ്ങോട് ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടിന്റെ കോൺഫ്ലിക്റ്റ് അവർ കുട്ടികളോട് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അവരുള്ളിലുള്ള ഓൾഡ് പാരന്റിങ്ങിനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ ഈ മൈൻഡ് റീപ്രോഗ്രാം മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ ഇന്റൻഷൻസ് ക്ലിയർ ആക്കി കൊടുക്കണം, അവരെ പർപ്പസ് ക്ലിയർ ആക്കി കൊടുക്കുക, അവരുടെ വൂണ്ടുകൾ എന്തൊക്കെ, അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ വൂണ്ടുകൾ, അവരുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അവരെ ഈ സെൽഫ് ഇമേജ് സിസ്റ്റം, അവർക്കൊരു നല്ലൊരു വിഷ്വലൈസേഷൻ കൊടുക്കുക, നല്ലൊരു മെഡിറ്റേഷൻ ചെയ്യുക. ഇങ്ങനെയുള്ള രീതിയിൽ അവരുടെ ഹീലിംഗ് ക്ലിയർ ആകുമ്പോഴാണ് അവർക്ക് വാല്യൂസ് ഉണ്ടാവുക. അവർക്ക് വാല്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് മക്കളെടുത്ത് അവർക്ക് ആ സജഷൻ പറഞ്ഞിട്ടും റിസൾട്ട് ഇല്ലാത്തത്.
ആ വാല്യൂസ് നമുക്ക് പാരന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളിലേക്ക് കൊടുക്കാൻ സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്. ഓക്കെ ഓക്കെ സർ. ഓക്കെ. കാരണം പണ്ടത്തെ ഒരു സിസ്റ്റത്തിലാണ് ആ പാരന്റ് വളർന്നത്. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ്. അപ്പൊ ആ ഒരു രീതിയാണ് ഇപ്പോഴും മകനോട് ഉള്ള രീതിയിലേക്ക് വരുന്നത്. അത് ശരിയാണെന്ന് തീരുമാനിച്ചിരിക്കണം. കാരണം അവർ ബാക്കിയെല്ലാം അക്സെപ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ഒന്നല്ല, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പാരന്റിംഗ് ആണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യും. അവരുള്ളിൽ അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത അവരുള്ളിലുള്ള ഓൾഡ് പാരന്റിംഗ് സ്റ്റൈലാണ് അവരുള്ളിൽ കിടക്കുന്നത്. അവരെ അച്ഛനും അമ്മയും അങ്ങനെ എങ്ങനെയാണ് നോക്കിയത് ആ പാരന്റിംഗ് ആണ്. അതിനെടുത്തിട്ട് ആദ്യം അതിന്റെ പ്രശ്നങ്ങളും അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ നെഗറ്റീവ്സും ഇതൊക്കെ അവർക്ക് അവയർനെസ് കൊടുക്കുമ്പോൾ അവരെന്നെ മനസ്സിലാക്കും, ഓക്കെ ഇത് ശരിയല്ല. അങ്ങനെയാണ് അവരുള്ളിൽ അത് അങ്ങനെ ഹീൽ ചെയ്ത് മാറ്റി പുതിയ പാരന്റിംഗ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതോടെ അവരത് ക്ലിയർ ആവാനും മുന്നോട്ട് പോകാനും കുട്ടികളുടെ മാറ്റങ്ങൾ ഉണ്ടാവാനൊക്കെ സഹായിക്കും. ഓക്കെ ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ആർട്ട് ഓഫ് പാരന്റിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അതിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നുണ്ടാവുക. ഓരോ ടോപ്പിക്സും ഹീലിംഗും എല്ലാം ഇതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വേറൊരു ദിവസം വേറെ ടോപ്പിക് ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്.